മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. 9-ാം അധ്യായത്തിനകത്ത് ഒരുപാട് പ്രൈസ് ലോർഡ് 2-3 അത്ഭുതങ്ങൾ അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഒന്നാമത്തെ ഒന്ന് വായിച്ചത് ഒരു പക്ഷപാതക്കാരൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷപാതക്കാരനെ 4 പേർ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളത് അല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഒരു പക്ഷപാതക്കാരനെ 4 പേര് എന്ത് ചെയ്തു? ചുമന്നു കൊണ്ടുവന്ന് വീടിൻ്റെ മേൽക്കൂര പൊളിച്ചെന്ത് ചെയ്തു? അകത്ത് വെച്ചു. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു വിഷയത്തെ, ആ വിഷയം അനുഭവിക്കുന്ന വ്യക്തിക്ക് ഒരു പക്ഷേ ദൈവസന്നിധിയിൽ വരാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം. പക്ഷെ 4 പേര് ആ വിഷയത്തെ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ വയ്ക്കാനുള്ള വിശ്വാസം പ്രശ്നമുള്ളവനേക്കാൾ ഉപരിയായി പ്രൈസലോ ആ പ്രശ്നമുള്ളവനെ ഹെൽപ്പ് ചെയ്യാൻ, സഹായിക്കാൻ ഒരു 4 പേര് എഴുന്നേക്കാനിടയായി. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മളും അതുപോലെ നമ്മളെ വിളി എന്ന് പറയുന്നത് ഇതാണ്, മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ദൈവമക്കളായ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ വിഷയങ്ങൾ മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരുടെ വിഷയങ്ങളെയും കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രൈസ് ലോർഡ്, നിങ്ങളുടെ ഫെയ്ത്തിനാൽ, നിങ്ങളുടെ വിശ്വാസത്താൽ, പ്രശ്നക്കാരന് വിശ്വാസമില്ലെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കുന്നവന് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം കണ്ട് പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ അങ്ങനെ വിശ്വസിക്കുന്ന, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നമ്മളെല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നത് നമ്മുടെ വിഷയങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും എന്നും നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് നടക്കാതെ, കേട്ടോ വീണേ, എന്നും നിൻ്റെ വിഷയം മാത്രം പറഞ്ഞ് അത് നമ്മൾ ആ സമയം കഴിഞ്ഞ്, കേട്ടോ. ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കണം, ഞാൻ എൻ്റെ വിഷയത്തിന് വേണ്ടി ഉള്ള കരച്ചിൽ നിർത്താൻ പോകും. കേട്ടോ, ഓക്കെ ആണോ? നിൻ്റെ വിഷയത്തിൻ്റെ അങ്ങ് നിർത്ത്. എനിക്കങ്ങനെ തോന്നുക, നിൻ്റെ വിഷയം അങ്ങ് മതിയാക്കുക. നമ്മൾ പാല് കുടിക്കുന്ന ആ കുഞ്ഞിൻ്റെ അവസ്ഥയിൽ നിന്നും, ശിശുക്കളായ അവസ്ഥയിൽ നിന്നും നമ്മൾ ഒന്നുകൂടെ മുതിർന്ന അവസ്ഥയിലേക്ക് നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി തന്നു. പ്രൈസ് ലോർഡ്. മറുപടി തന്നിട്ട് നന്ദിയില്ലാത്ത ആൾക്കാരുണ്ട്. വിഷയങ്ങൾ കൊണ്ട് ചുമന്നുകൊണ്ട് ഇവിടെ വന്നിട്ട് വിടുതൽ പ്രാപിച്ചിട്ട് നന്ദിയില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അതല്ല, നമ്മുടെ ഇനി അടുത്ത ലെവലിലോട്ട് കാരണം നമ്മുടെ വിഷയങ്ങളെ വിടുക, എന്നിട്ട് നമ്മൾ മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രൈസ് ലോർഡ്, കേട്ടോ. ബിനു ബ്രദറെ, സജി ബ്രദറെ, നമ്മൾ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാനല്ല, നമ്മൾ ഇനി ചില ആൾക്കാരുടെ വിഷയങ്ങളെ ചുമന്നു കൊണ്ടുവന്ന്, അതിന് സ്ഥലമില്ല, ഏരിയയില്ല, ഭയങ്കര പുരുഷാരമാണ്, പക്ഷെ അതാണ് വിശ്വാസം, അസാധാരണമായ വിശ്വാസം. ഹല്ലേലൂയ. ഒരു ചെറിയ വിശ്വാസം കൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഇത് അന്ത്യകാലമാണ്. ചെറിയ വിശ്വാസം കൊണ്ട് നമുക്ക് വലിയ കാര്യങ്ങളെ പ്രാപിക്കാൻ പറ്റത്തില്ല. നിന്റെ വിഷയം വലുതാണെങ്കിൽ ആ വിഷയത്തിനൊത്തവണ്ണം നിന്റെ വിശ്വാസം വലുതായി മാറണം. നിന്റെ വലിയ പ്രശ്നമാണെങ്കിൽ ആ വിഷയത്തിനൊത്തവണ്ണമുള്ള ഒരു ആക്ഷൻ നിനക്കുണ്ടാകണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആ വിശ്വാസം ഈ പ്രശ്നക്കാരനില്ല. പക്ഷപാതക്കാരന് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു രോഗം വന്ന് കിടക്കുന്ന ഒരാൾ, ചാവാൻ കിടക്കുന്നവൻ്റെ അടുത്ത് എന്ന് വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചാൽ, ആ ചാവാൻ കിടക്കുന്നത് കൊണ്ട് മാത്രം പറയും. എത്രയോ ഹിന്ദുക്കളും എത്രയോ ജാതികളും എത്രയോ ആൾക്കാർ മരിക്കാൻ കിടക്കുമ്പോൾ, അങ്ങ് അറ്റം പറ്റി കിടക്കുമ്പോൾ നമ്മൾ ചെന്ന് അവരോട് പറയും, എൻ്റെ അമ്മയുടെ അമ്മയുണ്ടായിരുന്നു, മരിക്കാൻ സമയമായപ്പോൾ നല്ല ആരോഗ്യത്തോടെ നിന്നപ്പോൾ ഞങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോൾ ഞങ്ങൾ പടിയടച്ച് പിണ്ടം വെച്ച് വരാൻ കേരളത്തിൽ നാണക്കേട് വരുത്തി അപമാനിച്ച് ഞങ്ങളെ കുടുംബത്തിന് കുടുംബത്തെ നശിപ്പിച്ചു കഴിഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് അമ്മ ഇനി പറയാനൊന്നുമില്ല. പക്ഷെ മരിക്കാൻ കിടന്നപ്പോൾ അമ്മച്ചിയോട് ചോദിച്ചു, യേശു വിശ്വാസമുണ്ടോ? പ്രാർത്ഥിക്കട്ടെ? പ്രാർത്ഥന. കാരണം അപ്പോഴൊന്നും അറിയത്തില്ല, അവരെ ഉള്ളിലെന്നല്ല, അപ്പോഴും കാര്യം കാണാൻ വേണ്ടിയുള്ളൊരു മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ ഇനി RSSകാരൻ്റെ അടുത്താണെങ്കിലും കയറ്റി വീട് പ്രാർത്ഥിക്കുക എന്ന് പറയും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അങ്ങറ്റം പറ്റി ചാവാറായ ഒരു ICU കിടക്കുന്ന ഒരാൾ ഇനി RSSകാരനാണോ BJPക്കാരൻ, ഇനി ഏത് ജാതിക്കാരൻ, ഏത് മതക്കാരൻ, ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ആ വ്യക്തിയെ സംബന്ധിച്ച് അപ്പോൾ നിസ്സഹായ അവസ്ഥയിൽ കിടക്കുമ്പോൾ അവർ പറയും, പ്രാർത്ഥിച്ചോളാൻ പറയും. ആര് പ്രാർത്ഥിച്ചാലും പ്രശ്നമില്ല. ഏത് മതമൊന്നും ഏത് ജാതിയൊന്നും അല്ല, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഓക്കെ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
കാരണം അവിടെ അവരുടെ വിശ്വാസമല്ല, അവിടെ ഈ പോകുന്ന ആൾക്കാരുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ. എല്ലാ വിശ്വാസവും എന്നുവെച്ചാൽ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കും. നല്ലതായിട്ടിരിക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ ചെന്ന് നമ്മൾ സുവിശേഷം പറഞ്ഞ് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ ഓടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ചില ആൾക്കാരോട് ചില സമയങ്ങളിൽ, ഇപ്പോൾ രമണി സിസ്റ്റർ ശുശ്രൂഷിക്കുന്നത് ക്യാൻസർ ബാധിച്ചവരുടെ ഇടയിലാണ്. അവരുടെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിൽ കീമോ ചെയ്താലും ഇനി എന്ത് ചെയ്താലും കീമോ ചെയ്ത് മരിക്കാന്നുള്ളതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ക്യാൻസറിന് യാതൊരു വിധത്തിലുള്ള ചികിത്സകളും ഇംഗ്ലീഷ് ചികിത്സകളിൽ രക്ഷപ്പെട്ട ചരിത്രമില്ല. രക്ഷപ്പെട്ട വളരെ ചുരുക്കം. മനസ്സിൻ്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടവരേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ അവരെ സംബന്ധിച്ച് നമ്മൾ ഫുഡ് കൊടുക്കുകയും പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അവർ ഏത് ജാതി മതത്തിലുള്ളവരാണെങ്കിൽ അവർ പ്രാർത്ഥിക്കാൻ പറയും. കാരണം അവർക്ക് തന്നെ അറിയാം അവർ മരിക്കാൻ പോവുകയാണ്. പക്ഷെ അതിന് മുമ്പ് ചെന്ന് ചോദിച്ചാൽ അവരടിക്കും. അവർ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവമുണ്ട്, നിങ്ങളുടെ ട്രാക്ട്, നിങ്ങളുടെ പരസ്യയോഗം, നിങ്ങളുടെ പ്രാർത്ഥന കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് മതം മാറ്റാനെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ഓട്ടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ക്യാൻസർ വാർഡിൽ നിങ്ങൾ ചെന്ന് നോക്കുക, അവർ പറയും, ഒരു വാർഡിൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ബെഡിൽ ചെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അടുത്ത ബെഡിലുള്ളവർ പറയും, ഇങ്ങനെ വിളിക്കും, ഞങ്ങൾ കൊണ്ട് വേണ്ടി പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൂടെ. ഒരു മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയാണത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തുള്ള ഏത് മനുഷ്യനും ഒരു നിസ്സഹായ അവസ്ഥ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകും. നല്ല ആരോഗ്യത്തോടെ നല്ല ബലത്തോടെ ഇരിക്കുന്ന ഏത് മനുഷ്യനും ഒരു സമയത്തൊരു നിസ്സഹായ അവസ്ഥ ഉണ്ടാകും. ആ നിസ്സഹായ അവസ്ഥയിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവരോട് സുവിശേഷം പറയുവാൻ. ഹല്ലേലൂയ. അവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് ഏറ്റവും വലിയ വിടുതലും അനുഗ്രഹവുമായി മാറുവാനിടയാകും. ഹല്ലേലൂയ. ഈ 4 പേര് അവരുടെ വിശ്വാസമാണ്. തളർന്നു കിടക്കുന്നവന് കിടക്കുമ്പോൾ വലിയ ഒരു മീറ്റിംഗ് നടക്കുന്നു, വലിയൊരു വീട്ടിനകത്ത് ശുശ്രൂഷ നടക്കുന്നു, യേശുക്രിസ്തു അകത്തുണ്ട്, കർത്താവാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ പരസ്യമില്ല, ഫ്ലക്സ് വെച്ചിട്ടില്ല, മീഡിയകളിൽ നിന്നും പരസ്യമില്ല, നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തിട്ടില്ല. ആ കാലഘട്ടത്തിൽ യേശു എവിടെയുണ്ടോ, യേശുവിൻ്റെ ശുശ്രൂഷ ചർച്ചുകളിലല്ല. പ്രൈസർ ഏതെങ്കിലും ചർച്ചിനകത്ത് കയറി സ്റ്റേജിൽ നിന്നുകൊണ്ട് മൈക്കെടുത്ത് വലിച്ച് പ്രസംഗിക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മുഴുവനും പരസ്യ യോഗങ്ങളായിരുന്നു. ഹല്ലേലൂയ. വീടുകളിലോ പരസ്യമായ സ്ഥലങ്ങളിലോ ചന്തകളിലോ ജനം എവിടെ കൂടിയിട്ടുണ്ടോ അവിടങ്ങളിൽ മാത്രമാണ് ശുശ്രൂഷ. ഇനി ഞാൻ പറയട്ടെ, അന്ത്യകാലം വരാൻ പോകുന്നു. കൊറോണ വന്നതിനേക്കാളും വലിയ കാര്യങ്ങളും വലിയ പ്രതികൂലവും വലിയ പ്രതിസന്ധികളും ഈ ഭാരതത്തിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഇപ്പോഴത്തെ ഈ കംഫർട്ട് സോണിനകത്ത് നിന്ന് ഈ ചർച്ച് ഹാളിൽ നിന്നും ഈ ചർച്ചുകളിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കംഫർട്ടഡ് ആയ അനുഭവത്തിൽ നമ്മൾ പുറത്ത് ചാടാൻ വഴിയുണ്ട്. നമുക്ക് സ്റ്റേജും ഇല്ല, മൈക്കും ഇല്ല, ചർച്ചും ഇല്ലാത്ത കാലഘട്ടം വരും. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ മിനിഷികൾ ചന്തസ്ഥലങ്ങളിലാകാം, നമ്മുടെ മിനിഷികൾ നമ്മുടെ ബസ് സ്റ്റാൻഡുകളിലാകാം, നമ്മുടെ ശുശ്രൂഷകൾ മാർക്കറ്റിനകത്താകാം. എവിടെ ജനമുണ്ടോ അവിടെ അവരോട് സുവിശേഷം പറയുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ഉപദ്രവം ഏറ്റാൽ പോലും, അതാണ് പൗലോസ് എന്ന് പറയുന്ന വ്യക്തി സുവിശേഷം പറയാൻ പോയത്. ഭയങ്കരമായ ക്ഷേത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ സ്ഥലത്തോട്ട് ചെന്ന് നിങ്ങൾ ആരാധിക്കുന്ന ഈ ദൈവം എന്ന് പറയുന്നത് ഇത് വിഗ്രഹങ്ങളാണെന്ന് ശക്തമായി ധൈര്യത്തോടെ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ജനത്തെ, നിങ്ങൾ ആരാധിക്കുന്ന ഈ കല്ലുകളെ അല്ല ആരാധിക്കേണ്ടത്, ഒരു സത്യ ദൈവമുണ്ട് എന്ന് പറയാനൊരു ധൈര്യം പൗലോസ് കാണിച്ചതുപോലെ ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. അടി കൊണ്ടാലും മരിച്ചാലും വിഷയമല്ല, സത്യദൈവം യേശുവാണ് എന്ന് പറയാൻ തക്കവണ്ണം അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ അവർ പ്രസംഗിച്ചതും ശുശ്രൂഷിച്ചതും ഒരു ഹാളിനകത്തല്ല, പട്ടണങ്ങൾക്കകത്ത്, ക്ഷേത്രങ്ങളുടെ പരിസരങ്ങളിൽ ജാതികൾ കൂടിയിരുന്ന വിഗ്രഹങ്ങളെ ആരാധിച്ചതിൻ്റെ ഇടയിൽ ചെന്ന് അവർ പരസ്യമായി തൻ്റെ ഇടത്തോടെ പറഞ്ഞു, നിങ്ങൾ ഈ ആരാധിക്കുന്നത് ഈ കല്ലുകളെ നിങ്ങൾ ആരാധിക്കരുത്, ഒരു ജീവനുള്ള ദൈവം ഉണ്ട്, നസ്രായനായ യേശുവാണ് ജീവനുള്ള ദൈവം എന്ന് പറയാൻ ആ കാലഘട്ട അപ്പോസ്തലന്മാർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ ആർക്കും അങ്ങനെ ഒരു ധൈര്യമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അങ്ങനെയുള്ളൊരു കാലഘട്ടം ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. നമുക്ക് ഈ അടി കൊള്ളാത്ത അല്ലെങ്കിൽ പ്രശ്നമില്ലാത്ത പ്രതികൂലമില്ലാത്ത കംഫർട്ട് സോണിനകത്ത് കുറേ രക്ഷിക്കപ്പെട്ട് വർഷങ്ങളായി നാളുകളായിട്ടും ഗുണം പഠിക്കാത്ത കുറേ ആൾക്കാരുടെ ഇടയിൽ കിടന്ന് ഹല്ലേലൂയ അധര വ്യായാമം ചെയ്ത് മസിൽ പിടിച്ച് എക്സർസൈസ് ചെയ്യുന്ന പോലെ ചെയ്ത് വെറുതെ പാഴായി പോകുന്ന മനുഷ്യകളെ ദൈവാത്മാവ് വെട്ടിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ വലിയൊരു കൂട്ടം ജനത്തെ വിടുവിപ്പാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളിലൂടെ
ഇന്ത്യയെ പൂർണ്ണമായി സുവിശേഷീകരിക്കുന്ന രീതിയിൽ പബ്ലിക് പ്ലേസുകളിൽ പരിശുദ്ധാത്മാവ് വലിയ ശുശ്രൂഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. ജാതികളെ യേശു തൊടാൻ പോകുന്നു. ജാതികൾ രക്ഷിക്കപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ത്യയിൽ ജാതികളെ ദൈവം പിടിക്കാൻ പോവുകയാണ്. യേശുവിനെ അറിയാത്ത, ഹല്ലേലൂയ, കർത്താവിനെ അറിയാത്ത ജാതികളെ കൂട്ടമായി പിടിക്കാൻ ദൈവം അങ്ങനെ ഒരു വലിയ അന്ത്യകാല ശുശ്രൂഷയുടെ ഒരു സീസൺ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരംഭിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധി, നിന്റെ വിഷയത്തെ ദൈവസന്നിധി കൊണ്ടുവരിക. അടുത്തിട്ട് പറഞ്ഞ നിന്റെ വിഷയത്തെ ദൈവസന്നിധി കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിഷയങ്ങളെ നീ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കർത്താവ് ഒരിക്കലും അവിടെ നിന്നിട്ട് പക്ഷപാതം പിടിപെട്ട അകത്ത് വന്ന് കിടക്കുന്ന ഇയാളെ നോക്കി യേശു ക്രിസ്തു സാഡിസ്റ്റിനെ പോലെ ചിരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് സാഡിസ്റ്റിനെ പോലെ ഈ പക്ഷപാതം വന്ന്, എടാ നിനക്ക് വേണം, കൊള്ളാം, സംഭവം കൊള്ളാം, യവനും അവൻ്റെ അപ്പനും ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമാണിത്, അകൃത്യ പാപങ്ങളാണിത്, ശാപമാണിതെന്ന് കാരണം പറഞ്ഞ് അവനെ കളിയാക്കിയില്ല. അവൻ്റെ രോഗ അവസ്ഥയെക്കുറിച്ച് കർത്താവ് പരസ്യമായി ഒന്നും പറഞ്ഞില്ല. അവൻ്റെ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞില്ല. അവൻ്റെ ഒന്നിനെക്കുറിച്ചും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. എന്നാൽ യേശു ചെയ്തത് നിന്റെ പാപം മോചിപ്പിച്ചിരിക്കുന്നു. നിന്റെ പാപം മോചിപ്പിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടന്നുകൊള്ളുക. നിന്റെ പാപത്തെ മോചിപ്പിക്കാൻ ശക്തനായൊരു ദൈവം ഇന്ന് പകൽ. യേശു വലിയവനാണ്. കർത്താവ് യേശുവിനെ ഒന്ന് ഉയർത്തിയാട്ടെ. ആ യേശുവിന്റെ നാമത്തെ ഒന്ന് ഉയർത്താൻ എത്ര പേർക്ക് സാധിക്കും? നിന്നെ ദൈവം എന്തിനാ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? പാപികളെ സ്നേഹിപ്പാൻ. നിന്റെ പാപത്തെ സ്നേഹിച്ച് ക്ഷമിച്ച ദൈവം, നിന്റെ പാപത്തെ പൊറുത്ത ദൈവം, അതേ ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, പാപികളെ രക്ഷിക്കാൻ വന്ന ദൈവം. അത് തെളിയിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞു, നിന്റെ പാപത്തെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണോ എളുപ്പം? കിടക്ക എടുത്തുകൊണ്ട് പോകുന്നതാണോ എടുത്ത് പോകാൻ പറയുന്നതാണോ എളുപ്പം എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ആൾക്കാരുടെ ഹൃദയത്തിനകത്ത് യവനാരാ? പാപത്തെ മോചിപ്പിക്കാൻ യവനാരാ എന്ന് ആ ജനത്തിൻ്റെ ഇടയിലിരുന്ന ആൾക്കാരെല്ലാം കൂടെ പെറുപിറുത്ത് ഹൃദയം കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹൃദയത്തിലെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവം പറഞ്ഞു, ഞാൻ എന്താണ് പിന്നെ പറയേണ്ടത്? നിന്റെ പാപത്തെ മോചിപ്പിക്കണമെന്ന് പറയണോ, അതോ കിടക്ക എടുത്തുകൊണ്ട് പോകാനാണോ ഞാൻ പറയേണ്ടത്? വീണ്ടും കർത്താവ് പറഞ്ഞു, നിന്റെ കിടക്ക എടുത്ത് പോകാൻ. ഹല്ലേലൂയ. അവൻ്റെ വിശ്വാസമല്ല, പ്രൈസ്, അവൻ്റെ പാപത്തിൻ്റെ കാഠിന്യതയും അവൻ്റെ പാപത്തിൻ്റെ വലിപ്പമൊന്നും അവിടെ പ്രശ്നമല്ല. കർത്താവിൻ്റെ സന്നിധിയിൽ വിഷയമെത്തിയാൽ, കർത്താവിൻ്റെ സന്നിധിയിൽ വിഷയമെത്തിയാൽ അതിൻ്റെ വലിപ്പമോ വർഷമോ കണക്കോ എങ്ങനെ എത്തിയെന്നോ ആര് കൊണ്ടുവന്നെന്നോ ഇതൊന്നും അവിടെ വിഷയമല്ല. ഒന്ന് എത്തിച്ചാ മതി എന്ന് പറഞ്ഞാട്ട് ഒന്ന് എത്തിച്ചാ മതി. നിന്റെ വിഷയം ഇന്ന് പകൽ ആ യേശുവിന്റെ അടുക്കലും നീ എത്തിയാൽ മതി. അവിടെ പിന്നെ ചോദ്യങ്ങളും പറച്ചിലുകളും ഇല്ല. എഴുന്നേറ്റ് കിടക്ക എടുത്തുകൊണ്ട് പോകാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എടുത്തുകൊണ്ട് വരാൻ ആവശ്യമുണ്ട്. ചില വിഷയങ്ങളെ കൊണ്ടുവരാൻ. അതാണ് സുവിശേഷ വേല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെത്താൻ വരാൻ സാധിക്കാതെ ഇരിക്കുന്ന പലരെ ദൈവത്തിന്റെ അകത്ത്, ആലയത്തിനകത്ത് കൊണ്ടുവരാൻ ദൈവം നിന്നെ ഇന്ന് പകൽ വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിളി മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, തന്നെത്താൻ അകത്ത് കയറി വരാൻ പറ്റാത്ത, തന്നെത്താൻ യേശുവിന്റെ അടുക്കൽ കയറി വരാൻ പറ്റാത്ത, യേശു വിടുതൽ രക്ഷകനാണെന്ന് അറിഞ്ഞുകൂടാത്ത, യേശു പാപത്തിന് മോചിപ്പിക്കുന്നവനാണെന്ന് അറിഞ്ഞുകൂടാത്ത, യേശു അത്ഭുതം ചെയ്യുന്നവനാണെന്ന് അറിഞ്ഞുകൂടാത്ത, യേശു രക്ഷകനാണെന്ന് അറിഞ്ഞുകൂടാത്ത, യേശുവിന്റെ അടുക്കൽ വന്നാൽ വിടുതലുണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാത്ത, ഓ പ്രൈസ്, പ്രതികൂലത്തിലും വിഷയങ്ങളിലും തളർന്നു കിടക്കുന്ന ചിലരിനെ ആലയത്തിനകത്ത് കൊണ്ടുവരാൻ, കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ഇന്ന് പകൽ ദൈവം ചിലരെ, നീ ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കാം, നീ ഇപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം, നീ ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കാം. പക്ഷേ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിനക്കൊരു ദൗത്യമുണ്ട്. തന്നെത്താൻ ദൈവസന്നിധിയിൽ വരാൻ സാധിക്കാത്ത ചിലരെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരാൻ. ഓ ഹല്ലേലൂയ ജീസസ്. ഇവാഞ്ചലിസത്തിന്റെ അഭിഷേകം ഇതിനകത്ത് ഒഴുകുകയാണ്. ആത്മാവിനോട് വിളിച്ചു പറയുക, ചിലരുടെ അകത്തൊരു ഇവാഞ്ചലിസത്തിന്റെ അഭിഷേകം, പേഴ്സണൽ ഇവാഞ്ചലിസം, ശക്തമായി സുവിശേഷം പറയാൻ, ശക്തമായി സുവിശേഷം പറയാൻ, ശക്തമായി സുവിശേഷം പറയാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പ്രാപിച്ചോ. ഇന്ന്
വിടുവിച്ചു. സുവിശേഷം പറഞ്ഞ ആത്മാക്കളെ രക്ഷിപ്പാൻ മറ്റുള്ളവരോട് തന്നെത്താൻ ദൈവസന്നിധിയിൽ വരാൻ സാധിക്കാത്ത, തന്നെത്താൻ രക്ഷ പ്രാപിക്കാൻ പറ്റാത്ത, തന്നെത്താൻ വിടുവിക്കപ്പെടാൻ പറ്റാതിരിക്കുന്നവരെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അവരെ സുവിശേഷീകരിച്ച് ജാതികളെ വിടുവിച്ച് യേശു എന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ നിന്റെ അകത്തൊരു ശക്തി. ചില സുവിശേഷകർ ഇതിനകത്ത് എഴുന്നേക്കണം. ഒരു വലിയ തീരുമാനം നീ ഇന്ന് പകലെടുക്കണം. നീ വരുമ്പോൾ ഒരാളിനെ കൊണ്ട് വരത്തക്ക രീതി ആത്മാക്കളെ നേടാൻ, ആത്മാക്കളെ നേടാൻ, ആത്മാക്കളെ നേടാൻ ഒരു അഭിഷേകം, ആത്മാക്കളെ കൊണ്ടുവരാൻ ഒരു അഭിഷേകം, ഇവാഞ്ചലിസത്തിന്റെ അഭിഷേകം, സുവിശേഷകന്റെ വിളി. നീ അറിഞ്ഞ രക്ഷ, നീ അറിഞ്ഞ സത്യം മറ്റുള്ളവന്റെ കൂടെ പകരാൻ, അവനെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരാൻ, അവനെ ഈ ജീവനുള്ള ദൈവം ആരെന്ന് കാണിച്ചു കൊടുക്കാൻ നിന്റെ അകത്ത് ഇന്ന് പകലൊരു തീ ഇറങ്ങുകയാണ്. നിനക്കിനി വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, നിനക്കിനി വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ആരെ കണ്ടാലും നീ യേശുവിനെ കുറിച്ച് പറയും, ആരെ കണ്ടാലും നീ യേശുവിനെ കുറിച്ച് പറയാൻ, യേശുവിനെ കുറിച്ച് പറയാൻ, സുവിശേഷം പറയാൻ, സുവിശേഷം അറിയിപ്പാൻ, ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിൽ, ബസ്സിനകത്ത്, ജോലി സ്ഥലങ്ങളിൽ, മാർക്കറ്റ് പ്ലേസുകളിൽ നിന്റെ വായി തുറന്ന് നീ അനേകരോട് സുവിശേഷം പറയാം. ഒരു അഭിഷേകം പകരപ്പെടട്ടെ. കർത്താവേ, വായുകളെ തുറക്കണമേ, ഹൃദയങ്ങളെ തുറക്കണമേ, സുവിശേഷം പറയാനുള്ള അഭിവാഞ്ച ഉണ്ടാകണമേ, ഒരു വാഞ്ച ഉണ്ടാകണമേ, അങ്ങനെ ഒരു താല്പര്യവരുടെ ഉള്ളിൽ ഉണ്ടാകണമേ. സുവിശേഷം പറഞ്ഞ് യേശുവിനെ പറഞ്ഞ ആ രക്ഷകരെ കുറിച്ച് പറയാൻ, ഒരു നാണമില്ലാതെ പറയാൻ, യേശുവാണ് എന്നെ രക്ഷിച്ചതെന്ന് പറയാൻ, യേശുവാണ് എന്റെ രക്ഷകനെന്ന് പറയാൻ, യേശുവാണ് എന്നെ വിടുവിച്ചതെന്ന് പറയാൻ, ഒരു നാണമില്ലാതെ. അതാ നിന്റെ വിളി, അതാ നിന്റെ വിളി, അതാ നിന്റെ വിളി. അതിന് നീ തയ്യാറാകണം. നിന്റെ വിഷയമല്ല, നിന്റെ വിഷയമല്ല ഇന്ന് പകൽ മറ്റുള്ളവരുടെ വിഷയങ്ങളെ നിന്റെ വിഷയമായി കാണാൻ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരുടെ വിഷയം കാണുമ്പോൾ ഒരു ആത്മഭാരം, മറ്റുള്ളവന്റെ കണ്ണുനീര് കാണുമ്പോൾ ഒരു ഭാരം, വീട്ടിനടുത്തൊരു രോഗി കിടക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ വന്നെങ്കിൽ അവൻ സൗഖ്യമായനെ, ആ ചർച്ചിൽ വന്നെങ്കിൽ അവന് വിടുതലായനെ, ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പോൾ കർത്താവെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ ഇവർക്ക് ഒരു വിടുതലായനെ, ഒരു രോഗിയെ കാണുമ്പോൾ ദൈവസഭയിൽ ഒന്ന് വന്നിരുന്നെങ്കിൽ അവന് വിടുതലായനെ. ഹല്ലേലൂയ. കടക്കാരനെ കാണുമ്പോൾ യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവന്റെ കെട്ടങ്ങ് പൊട്ടിയനെ. ആത്മഹത്യയുടെ നടുവിലായിരിക്കുന്നവനെ കാണുമ്പോൾ ഇവൻ യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ആത്മഹത്യയിൽ നിന്ന് വിടുവിക്കപ്പെട്ടനെ. പാപത്തിൽ കിടക്കുന്നവനെ കാണുമ്പോൾ ഇവൻ യേശുവിനെ അറിഞ്ഞെങ്കിൽ ഇവന്റെ മദ്യപാനം ഒന്ന് മാറിയനെ, ഇവന്റെ പാപ സ്വഭാവം ഒന്ന് മാറിയനെ. ഇവന് യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിലെന്ന് അവനല്ല നിനക്കൊന്ന് തോന്നിയാ മതി. ഹല്ലേലൂയ ജീസസ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അന്ത്യകാലമാണ്, സമയമില്ല. അന്ത്യകാലത്തിൽ സമയങ്ങളില്ല, സാമ്രാജ്യങ്ങൾ പണിയുവാൻ നമുക്ക് സമയമില്ല. ഈ അന്ത്യകാലത്ത് സുവിശേഷം ആത്മാക്കളോട് അറിയിച്ചവരെ ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ, ഒരാൾ യേശുവിനെ അറിഞ്ഞാൽ അത്രയും വിലയേറിയ ഒരു മുത്തായി മാറും ആ വ്യക്തി. നീ ഒരു അത്ഭുതമായി മാറുന്നത് നിന്റെ വിഷയത്തിന് വിടുതൽ കിട്ടിയിട്ടല്ല, നീ മുഖാന്തരം ഒരാൾ യേശുവിനെ അറിയുമ്പോഴാണ്. നിന്റെ വിഷയം, നിനക്ക് 100 വിഷയങ്ങൾ കാണാം, നിന്റെ വിഷയങ്ങൾ 100 എണ്ണം കാണാം. വിഷയമില്ലാത്തവരാരും ഈ ഭൂമിയിലില്ല. പക്ഷേ വിഷയങ്ങളെ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് ജീവിക്കാതെ, ഹല്ലേലൂയ സ്തോത്രം, മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നീ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം തരാൻ പോവുകയാണ്. മറ്റുള്ള വ്യക്തികളെ യേശുവിനെ നീ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം.
ഹല്ലേലൂയ ജീസസ്. അപ്പൊ മറ്റുള്ളവർ കൊണ്ടുവന്ന വിഷയം പറഞ്ഞാട്ടെ, മറ്റുള്ളവർ 4 പേര് എടുത്തോണ്ട് വന്നു. പറഞ്ഞാട്ടെ, 4 പേര് എടുത്തോണ്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഓരോന്നിനും ഓരോ പ്രൈസ് ദി ലോർഡ് വ്യത്യാസമുണ്ട്. അതിനകത്ത് തന്നെ 9-ാം അധ്യായത്തിൽ തന്നെ 3-4 വിഷയങ്ങളുണ്ട്. ഇതങ്ങോട്ട് അടയ്ക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങോട്ട് തിരിച്ചു വെച്ചോട്ടെ, അങ്ങോട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് എന്താണ്? 4 പേര് എന്ത് ചെയ്തു? ചുമന്നുകൊണ്ട് വന്ന വിഷയം. പറഞ്ഞാട്ടെ, ചുമന്നുകൊണ്ട് വന്ന വിഷയം. യേശു പറയണേ, അവരുടെ വിശ്വാസം കണ്ട്. നമ്മുടെ വിശ്വാസം ആര് കാണണം? നാട്ടുകാരൊന്നും കാണണ്ട, ആര് കണ്ടാൽ മതി? കർത്താവ് കാണത്തക്ക നിലവാരത്തിലൊരു ഫെയ്ത്ത് നമുക്കുണ്ടാവണം. ഹല്ലേലൂയ. ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നാട്ടുകാരെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഫെയ്ത്തിനെ ഒന്നും മറ്റുള്ളവർക്ക് പറഞ്ഞ് വിവരിച്ചു കൊടുക്കാനൊന്നും പറ്റൂല. പ്രൈസ്. നിരീശ്വരവാദികളും അവിശ്വസിക്കുന്നവരും സംശയാലുക്കളും വിമർശിക്കുന്നവരുടെ ഇടയിൽ ചെന്ന് നിന്ന് നമ്മുടെ ഫെയ്ത്തും നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർ വീണ്ടും അതിനെ കളിയാക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് കണ്ടാതെ നീ എന്ത് ചെയ്യുമ്പോഴും നീ ഓർക്കേണ്ടത് നാട്ടുകാരെ കാണിക്കാനല്ല നീ ചെയ്യുന്ന, പിന്നെ ആരെ കാണിക്കാൻ? നമ്മുടെ ഏറ്റവും വലിയ വിഷയം യേശുവിനെ അല്ല കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ചില ആരാധിക്കുന്നത് പോലും മറ്റുള്ളവർ കാണാനാണ്. യേശു കാണാനല്ല, കർത്താവ് കാണാനല്ല. നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിലും നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യണം. നിന്റെ നോട്ടം ക്രിസ്തുവിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ നോട്ടം ക്രിസ്തുവിലല്ലെങ്കിൽ നിന്റെ വിശ്വാസം നിലനിൽക്കാതെ പോയി പോകും. നീ കാണത്തില്ല വിശ്വാസം, ഗോളത്തിനകത്തെ കാണത്തില്ല. ഇന്ന് കേരളത്തിൽ ഒരു പ്രതികൂലം ഇല്ലാത്ത സമയത്ത് പോലും നീ വീണ് തറന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കേരളത്തിൽ പ്രതികൂലം ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങളെ കാണണ്ട, മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. പലരെയും ലെൻസ് വെച്ച് നോക്കിയിട്ട് ഒറ്റയെണ്ണത്തിനെ കാണത്തില്ല, എല്ലാം ഓടി കുരെ കയറും. പ്രൈസ്. നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന പ്രതികൂലം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന 2-3 പേരെ കാണുള്ളൂ ഈ ചർച്ചിൽ. വേറെ എല്ലാം വീടുകളിൽ ചെന്ന് നടന്നു തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ഫെയ്ത്ത് അത്രേ ഉള്ളൂ. നമ്മളെ 2 കയ്യടിയും ഒരു ചെറിയ ഊതിയ പറന്നു പോകുന്ന വിശ്വാസമാണ് നമ്മുടേത്. പക്ഷേ നിന്റെ ഫെയ്ത്ത് നീ യേശുവിനെ കാണിക്കണം. കർത്താവിന് നിന്നെ കണ്ട് ബോധ്യപ്പെടണം. നിന്റെ ഫെയ്ത്ത്, അവരുടെ വിശ്വാസം യേശു കണ്ടു. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവിടെ കൂടുതൽ സംസാരമൊന്നുമില്ല. ഹല്ലേലൂയ. നിന്റെ ഫെയ്ത്ത് ഒന്നുമില്ലായ്മയിൽ നീ ഭയങ്കരമായ വിശ്വാസത്തോടെ യേശുവിനെ നോക്കിക്കൊണ്ട്, അവിടെയുള്ള നാട്ടുകാരെ കാണിക്കാനാണ് അവർ കൊണ്ടുവന്നത്. പുരുഷാരം ആരെങ്കിലും വിടുവിക്കുമെന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുവന്നത്. പരീശന്മാരെ കണ്ടുകൊണ്ടാണ് വന്നത്. അവിടെയുള്ള പുരോഹിതന്മാരെ കാണാനാണ് വന്നത്. യേശുവിനെ കാണാനാണ് വന്നത്. യേശുവിന്റെ മുമ്പിൽ ആ പ്രശ്നം കൊണ്ടുവന്നത്. യേശുവിനുള്ള വിശ്വാസം കൊണ്ടാ അവർ വിശ്വാസത്തോടെ കൂര വരെ പൊളിച്ചത്. കാരണം ഇത്രയും വലിയ കഷ്ടപ്പെട്ട് കൂരയൊക്കെ പൊളിച്ച ഒരാളിനെ കെട്ടി ഇറക്കണമെന്നുണ്ടെങ്കിൽ ഈ കെട്ടി ഇറക്കന്മാരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അസാധാരണമാണ്. കാരണം അവർ അടി നടക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. ഇന്നത്തെ കാലത്താണെങ്കിൽ ഇവിടെ താഴെ വന്ന് ഈ ജനലിൽ കൂടെ ഇവിടെ മൊത്തം ഫുള്ളായിട്ട് ജനം നിറയുകയാണ്. ഒരുത്തനെ ഇതിനകത്ത് കയറണം, ആ കണ്ണാടി അങ്ങോട്ട് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അനിമോനും ജോബിനൊക്കെ ഇറങ്ങി അടിക്കുമല്ലേ, അല്ലേ? നിങ്ങൾ നോക്കിയിരിക്കുമോ? ഇതിനകത്തൂടെ കയറ്റി ഒരാളിനെ ഈ കണ്ണാടി പൊട്ടിച്ച് ഒരുത്തനെ കയറ്റാൻ ശ്രമിക്കുക. ഇതിനെ കംപ്ലീറ്റ് ഫുള്ള് ജനം അങ്ങ് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിരിക്കുക. അപ്പോഴാണ് ഇതിനകത്ത് കയറാൻ പറ്റാതെ ഒരു പക്ഷപാത രോഗിയും കൊണ്ട് ആൾക്കാർ വന്നിട്ട് കയറ് കെട്ടി ഇതിനകത്തൂടെ കയറ്റണം. അതിന് കണ്ണാടി പൊട്ടിച്ചേ പറ്റത്തുള്ളൂ. കണ്ണാടി ഒരു വിഷയമല്ല അവർക്ക് സൗഖ്യമാണ് വിഷയം. അങ്ങനെ കണ്ണാടി പൊട്ടിക്കുകയാണെങ്കിൽ ആദ്യം ബിനു ബ്രദർ എഴുന്നേറ്റ് ആരാണെന്ന് പറയും, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇതാരാണ്? ആ കണ്ണാടി കണ്ണാടി പൊട്ടിക്കുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ എന്തെല്ലാം പ്രശ്നവും പ്രതികൂലമാണ് അവരുടെ മുമ്പിലുള്ളത്. പക്ഷെ അന്ന് മൈൻഡ് പോലും ചെയ്തില്ല. അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും യവൻ എഴുന്നേറ്റ് നടക്കണം. ലക്ഷ്യമല്ല പ്രധാനം, വിടുതലാണ്. നിന്റെ വിടുതൽ, നിന്റെ കുടുംബത്തിന്റെ വിടുതൽ, നിന്റെ തലമുറയുടെ വിടുതൽ,
എങ്ങനെ ആരാധിക്കുന്നതല്ല, ചാടിയോ ഓടിയോ കസേര ഓടിച്ചോ ഉരുണ്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ഫെയ്ത്ത് നീ കാണിക്കുക. നിന്റെ ഫെയ്ത്ത് എവിടെയൊക്കെ കാണിക്കാൻ പറ്റും അവിടെയൊക്കെ നീ തിരികെ കയറ്റോളം പറയുന്നത്. നിന്റെ ഫെയ്ത്തിന് രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് ഒരുങ്ങുമ്പോൾ വീട്ടിലുള്ള ഭൂതവും പിശാചും പിടിച്ചവർ പറയും, ഇവിടെ ഒരുങ്ങി പോകുന്നു, ഇവിടെ പോകണ്ട, എന്തിനു പോകണ്ട, പോയിട്ട് എന്തോ കാര്യം, ദുഷ്ട പിശാച് ഇവിടെ ഇരന്നൊക്കെ പറഞ്ഞു. എൻ്റെ അച്ഛനൊക്കെ പണ്ട് എൻ്റെ അമ്മ ഒരുങ്ങി പോകാൻ നേരത്ത് പറയാനും നമുക്കൊന്നും നല്ല എന്നും ഒരിടത്തും പറയാൻ പറ്റാത്ത വാക്കുകളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ ആ ഫെയ്ത്ത് കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഫെയ്ത്ത് കാണിക്കാനുള്ളതാണ്, വിശ്വാസം എന്ത് ചെയ്യാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കോളനിക്കകത്തുള്ളൊരു പെന്തക്കോസ്ത് സഭയുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിനടുത്ത്. ആ കോളനിക്കകത്ത് ഞങ്ങൾ വിശ്വാസത്തിന് വരുന്നതിന് മുമ്പ് ആ ഏരിയ പോലും ഞങ്ങൾ കയറിയിട്ടില്ല, അവരുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. പക്ഷേ ആ കോളനിക്കകത്തുള്ള പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് എൻ്റെ മാതാവ് വിശ്വാസത്തിൽ വന്നതിന് ശേഷം അവിടെ അവരുടെ ഇടയിൽ പോയിരിക്കും. അവരാരും ആരാധനയ്ക്ക് എത്തുന്നതിന് മുമ്പേ എൻ്റെ മാതാവ് അവിടെ ചെന്ന് പായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വിശ്വാസത്തെ കാണിച്ചു. ആ സഭ ഇന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് സഭയുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. CSA സഭയെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവര് CSAക്കാർ വരുമ്പോൾ 10-11 മണിയാവും. 8 മണിക്കുള്ള ആരാധനയ്ക്ക് അവർ വന്ന് പതുക്കെ വന്ന് ഇരുന്ന് ആശാമാരൊക്കെ വരുമ്പോഴേ ഒരുപാട് സമയം പിടിക്കും. അവർ കളരി പേറ്റൊക്കെ കഴിഞ്ഞിട്ടില്ല വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ ആദ്യം കാണും. ഹല്ലേലൂയ. ഇന്ന് അതുപോലെ തന്നെ ആശാമാരുണ്ട് അവിടെ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവരെ പോലെ അല്ല ഞങ്ങളിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിശ്വാസം നീ യേശുവിനെ കാണിക്കാനുള്ളതാണ്, നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല. നിന്റെ വിശ്വാസം നീ യേശുവിനെ ഒന്ന് കാണിച്ചു നോക്ക്. ഞാൻ എഴുതി വെച്ച് തരാം. നിന്റെ ഫെയ്ത്ത് കർത്താവിന് വേണ്ടിയുള്ളതായി നോക്ക്. നീ നാട്ടുകാരെയും മറ്റുള്ള ആരെയും നോക്കണ്ട. നിന്റെ ഫെയ്ത്ത് നീ ദൈവത്തെ കാണിച്ചു നോക്ക്. നിന്റെ കുടുംബം, നിന്റെ തലമുറ, നീയും നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന് എന്ത് മാർഗം ഒരു വിഷയമല്ല, ലക്ഷ്യമാണ് നമ്മുടെ വിഷയം. നമ്മുടെ അതിരാവിലെ എങ്ങനെയൊക്കെ നമ്മുടെ വിശ്വാസത്തെ പ്രകടിക്കാമോ അതെല്ലാം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ സ്വർഗം അത് കണ്ടിട്ട് ഒരു വാക്ക് പോലും പറയാതെ പറയും, നിന്റെ വിശ്വാസം ഞാൻ കണ്ടിരിക്കുന്നു, നിന്റെ വിശ്വാസത്തെ ഞാൻ കണ്ടിരിക്കുന്നു, നിന്റെ വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ഇതുപോലൊരു ഫെയ്ത്ത് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ദൈവത്തിന് സന്തോഷം വിശ്വാസം പ്രകടിപ്പിക്കുന്നവനാണ്. വിശ്വാസം പറയുന്നവനെയും വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതാണ് പത്രോസിനോട് ഭയങ്കര സ്നേഹമായ യേശുവിന്. നോക്ക്, പത്രോസ് തള്ളിപ്പറഞ്ഞവനല്ലേ. പക്ഷേ പത്രോസിന് തള്ളിപ്പറഞ്ഞു, അതൊക്കെ ശരിയാ. കുറേ നെഗറ്റീവും നമുക്ക് പ്രാസംഗികന്മാർ പത്രോസിൻ്റെ നെഗറ്റീവുകളെല്ലാം പറയാറുണ്ട്. പക്ഷെ പത്രോസിനെ പോലെ പോസിറ്റീവ് ഉള്ളവരാരും വേറെ അതിനകത്തില്ല. പത്രോസിന് എന്താ പോസിറ്റീവ് ഉള്ളത്? 3.5 വർഷക്കാലത്ത് യേശുവിൻ്റെ ശുശ്രൂഷയിൽ പത്രോസിനെ പോലെ എടുത്തു ചാടി വിശ്വാസം കാണിച്ചവരാരുമില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം യേശു ക്രിസ്തു തടാകത്തിൽ നടന്നു വരുന്നു, പുള്ളി ചാടി ഇറങ്ങും. എനിക്കും വേണം. പ്രൈസ് ദി ലോർഡ്. ഞാനും ഇറങ്ങും, എനിക്കും നടക്കണം. വേറെ ബാക്കി 11 അതിനകത്തുണ്ട്, വടക്കിനകത്തുണ്ട്. അവർക്ക് ഇറങ്ങാൻ പേടി, അവരിറങ്ങിയില്ല. മനസ്സിലായോ? അവരിറങ്ങിയില്ല. പത്രോസിന്റെ 100 കണക്കിന് ഇതുണ്ട്. പത്രോസ് ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ യേശുവിനെ തള്ളി പറഞ്ഞു. പത്രോസ് ചൂണ്ടയെടുത്തുകൊണ്ട് പോയി. പത്രോസ് വാളെടുത്തു. പത്രോസ് ഒരുത്തന്റെ കാത് വെട്ടി. പത്രോസ് പിന്മാറ്റത്തിൽ പോയി. ഇതെല്ലാം ശരിയാ. പക്ഷെ പത്രോസിനെ ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം, പത്രോസ് ആദ്യമായിട്ട് ഞാൻ ആരാണെന്ന് ലോകം പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ കള്ളനാണെന്നോ ഫ്രോഡാണെന്നോ അല്ല പറഞ്ഞു. പത്രോസ് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. വിശ്വാസം, ഭയങ്കര ധൈര്യം, ഒരു എടുത്തു ചാട്ടം, ഒരു ധൈര്യം, ഒരു എന്തൂസിയാസം, ഭയങ്കരമായൊരു ഫെയ്ത്ത്. അത് പ്രകടിപ്പിക്കുക, വാക്കിലൂടെയും എല്ലാത്തിലൂടെയും പ്രകടിപ്പിക്കുക. നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. വെള്ളത്തിൽ ചാടാൻ പോകുമ്പോ സംഭവം ഞാനെന്താ ചാടാൻ പോകുന്നു. വീണ്ടും പടകിനെ നീക്കാൻ പറഞ്ഞ പടക് നീക്കി കൊടുക്കുന്നു. പ്രൈസ്. ഈ പത്രോസിനെയാണ് ദൈവം വേറെ ആരുടെയും
ആരോടും ചോദിച്ചു, പത്രോസിനോട് ചോദിച്ചു, എനിക്കും നിനക്കും വേണ്ടി ടാക്സ് അടയ്ക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. കർത്താവ് പറഞ്ഞു, നീ ആദ്യം കാണുന്ന മീന് എന്ത് ചെയ്യണം? ഈ പത്രോസും മീനും തമ്മിലൊരു ഭയങ്കര ബന്ധം. ഇപ്പം എവിടെ നോക്കിയാലും മീന് കാണിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഫൈനാൻസ് ബ്ലെസ്സിങ് ആൻഡ് ആത്മാക്കളെ രണ്ട് അനോയിന്റിങ്. എന്താണ്? ഏറ്റവും വലിയ ഫെയ്ത്ത് ഉള്ളവൻ്റെ അകത്ത് വിശ്വാസം പ്രകടിപ്പിക്കുന്നവന് കിട്ടുന്ന ഒരു അഭിഷേകം, രണ്ട് അഭിഷേകം. ഒന്ന് ക്രൗഡ് പുള്ളിങ് അനോയിന്റിങ്. എന്താണ്? ഗ്രേറ്റർ അനോയിന്റിങ് എന്ന് പറയും. അതായത് ആത്മാക്കളെ കൊടുക്കും. ആദ്യത്തെ പ്രസംഗത്തിലെ 3000 പേരെ നേടി പത്രോസ്. പ്രൈസ് അല്ലോ. രണ്ട്, പത്രോസ് പൗലോസിനെ പോലെ നാട്ടുകാരെ ഒന്ന് പിടിച്ച് വാങ്ങി. പൗലോസ് ചെന്ന് ചർച്ചകളിൽ ചെന്ന് പൈസ ഇറന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിച്ചാണ് സുവിശേഷ വില ചെയ്തത്. പക്ഷെ പത്രോസിന്റെ കാൽ കീഴിൽ കൊണ്ടുവച്ചു. പ്രൈസ് ലോർഡ്. കാരണം പത്രോസ് തന്റെ പടക് വിട്ടുകൊടുത്തു. പത്രോസ് എടുത്ത് ചാടി വിശ്വാസത്തെ പ്രകടിപ്പിച്ചു. പ്രൈസ് ലോർഡ്. പത്രോസ് പോയപ്പോൾ മടക്കി ദൈവം കൊണ്ടുവന്നതും 153 പെരുത്ത മീൻകൂട്ടത്തെ കൊണ്ടുവന്ന് കാണിച്ച. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ അങ്ങനെ ചില അഭിഷേകം ചിലരുടെ മേല് ദൈവത്തിന്റെ ആത്മാവ് ഇടാൻ പോവുക. ചില സാമ്പത്തിക വിടുതൽ, ചില ഫൈനാൻസ് ബ്രേക്ക് ത്രൂ. പത്രോസിന്റെ അകത്ത് മാത്രമുള്ള ഒരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. പത്രോസിനെ ദൈവം വിളിച്ചതും ഗെന്നസരത്ത് തടാകത്തിൽ മീനില്ലാതെ നിന്നപ്പോഴാ. തന്റെ കയ്യിൽ ഒരു പൊടിമീന് പോലും ഇല്ലാത്ത സ്ഥലത്താണ് പത്രോസിനെ ദൈവം 2 പടക് നിറച്ച് മീന് കൊടുത്തു. വർധനവ് പറഞ്ഞിട്ട്, വർധനവ്. വിശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്തു? പത്രോസ്, യേശുക്രിസ്തു പറഞ്ഞു, ഒരു ബന്ധമില്ല, ഒരു പരിചയമില്ല, കർത്താവിനെ ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷേ പടക് നീക്കാൻ പറഞ്ഞപ്പോൾ പടക് നീക്കി കൊടുത്തു. ഫെയ്ത്ത് പറഞ്ഞിട്ട്, വിശ്വാസം. കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്ന നിനക്ക് ആവശ്യമായിട്ട് ഏറ്റവും വലിയ കാര്യം ഫെയ്ത്താണ്. പ്രൈസ്. അവിടെ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇതെന്തായിത്തീരും, എങ്ങനെയായിത്തീരും, നാളെ എന്തായിത്തീരും ഒന്നല്ല. ദൈവം പറഞ്ഞാൽ അത് ചെയ്യാൻ, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാൻ, ദൈവം പറഞ്ഞാൽ അത് ചെയ്യാൻ, ദൈവത്തിന് വേണ്ടി ഫെയ്ത്തിൽ എടുത്തു ചാടാൻ, വിശ്വാസത്തിന് വേണ്ടി എടുത്തു ചാടാൻ, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ, വരാൻ പറഞ്ഞാൽ വരാൻ, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ. ഓ യെസ്. അങ്ങനെ ചില ഒരു കൂട്ടം പേരെ ആത്മാവ് ഈ സഭയ്ക്കകത്ത് കയറ്റാൻ പോവുകയാണ്. പത്രോസിനെ പോലെ ചിലരെ ഈ സഭയ്ക്കകത്ത് ദൈവം ഇടിച്ചു കയറ്റാൻ പോവുക. കർത്താവിന് വേണ്ടി നിൽക്കാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, പടകിന് വേണ്ടി, ദൈവത്തിന്റെ പടകായ സഭയ്ക്ക് വേണ്ടി നിൽക്കാൻ. ഫൈനാൻസ് ബ്ലെസ്സിങ്ങുകൾ, മീന്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പടക് നീക്കി കൊടുത്തു. പടക് യേശുവിന് കൊടുത്തപ്പോൾ, വലത്ത് ഭാഗത്ത് വല വീശാൻ പറഞ്ഞപ്പോൾ, അതനുസരിച്ചപ്പോൾ ഒരു പടകല്ല 2 പടക് കൊടുത്തതുപോലെ ഇന്ന് പകൽ ആദ്യം അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും ലഭിക്കുമെന്ന് അരുളി ചെയ്ത ദൈവം. ഹല്ലേലൂയ ജീസസ്. നമ്മുടെ വിശ്വാസം കരവടി തീരുന്ന വിശ്വാസമല്ല. കൈയടിക്കുന്നവര് ലോകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ മാത്രമല്ല കൈയടിക്കുന്നത്. പാർക്കിൽ പോയാലും നാട്ടുകാരിപ്പോൾ അസുഖം വരാതിരിക്കാൻ വേണ്ടി വളഞ്ഞിടുന്ന കൈയടിക്കുന്ന ആൾക്കാരെ ഉണ്ട്, കാണാൻ നിങ്ങൾക്ക്, ജാതികളെ. ഹല്ലേലൂയ. മ്യൂസിയത്തൊക്കെ പോയി, പിന്നെ കനക്കൊന്ന് കൊട്ടാരത്തിൻ്റെ അവിടെയൊക്കെ പോയാൽ കൈയടിക്കുന്ന ഇഷ്ടം പോലെ വരണ്ടെന്ന്. നിങ്ങൾ മത്തക്കോസുകാരുടെ കുത്തകയായിരുന്നു ആദ്യം കൈയടി. ഇപ്പം നാട്ടുകാരെല്ലാം കൈയടിയാ. അതുകൊണ്ട് കൈയടിച്ചത് കൊണ്ടൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ വിശ്വാസം നീ കാണിക്കണം, നിന്റെ ഫെയ്ത്ത് നീ കാണിക്കണം. പത്രോസിനെ പോലെ വിശ്വാസത്തെ നീ പ്രകടിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ജീസസ്. നിന്റെ വിശ്വാസം പ്രകടിപ്പിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത നമ്മൾ 9-ാമത്തെ അധ്യായം അതിൻ്റെ 27 ആണ് വായിച്ചട്ടെ. 2 കുരുടന്മാർ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ഹല്ലേലൂയ. 2 കുരുടന്മാർ വന്നിട്ട് ദാവീദ് പുത്ര
കരുണ തോന്നണമേ എന്ന് വിളിച്ചു. അവർക്ക് വിളിക്കാതിരിക്കാറുന്നല്ല. എന്തിനാ വിളിക്കുന്നത്? അവർ കണ്ടിട്ടാണോ വിളിച്ചത്? കണ്ടിട്ടില്ല. അവർക്ക് കണ്ണില്ല. അവർക്ക് രണ്ട് കണ്ണും ഇല്ലാത്തവരാ. 2 കാലുണ്ട്, പക്ഷേ കാതുണ്ട്, കരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രവർത്തിക്കാത്ത ചില അവയവങ്ങൾ നിങ്ങൾക്ക് കാണാം, ചിലത് നിങ്ങൾക്ക് കാണാം. എന്നാൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ചിലത് ചെയ്താൽ പ്രവർത്തിക്കാത്തതിനെ ദൈവം പ്രവർത്തിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, പ്രവർത്തിക്കാത്തത് ചിലത് കാണാം നിങ്ങളുടെ മേഖലകളിൽ. നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്ത നിർജീവമായ മരിച്ചു കിടക്കുന്ന ചില മേഖലകൾ ഉണ്ടാകാം. പക്ഷേ ചലിക്കുന്ന ചില മേഖലകൾ നിനക്കുണ്ടെങ്കിൽ, അതുകൊണ്ട് ഇന്ന് പകൽ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് ആ ദൈവത്തിന് വിശ്വാസത്തോടെ ചുവടുവെച്ചാൽ ദൈവം പറയുകയാണ്, പ്രവർത്തിക്കാത്ത മേഖലകളെ ഇന്ന് പകൽ ദൈവം പ്രവർത്തിപ്പിക്കാൻ പോവുക. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞതിന് ശേഷം ആരാധിക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. അതൊരു മിഥ്യാധാരണയാണ്. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് അല്ലാത്ത, യോഗ്യതയില്ലാത്ത, പാപികളായ, അകൃത്യവും അതിക്രമവും പാപഭാരവും ചുമന്ന് കിടക്കുന്ന ജാതികളായ നമ്മളോട് ദൈവത്തിന് കരുണ തോന്നിയിട്ട് ദൈവം പറഞ്ഞു, മക്കളെ കയറി വാടാന്ന് പറഞ്ഞു. എന്നിൽ വിശ്വസിച്ചാൽ മതി, ഞാൻ നിന്നെ രക്ഷിക്കാൻ സഹായിക്കാം, നിന്നെ എഴുന്നേൽപ്പിച്ചു വിടാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ദാനം കിട്ടിയതാണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസ ജീവിതം. ക്രിസ്തീയ ജീവിതം നമുക്ക് ദാനമായി കിട്ടിയതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിഷയങ്ങളില്ലാത്തവരാരുമില്ല, പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല. പക്ഷേ ഇന്ന് പകൽ പ്രശ്നങ്ങളെ മാത്രം നീ നോക്കിക്കൊണ്ടിരുന്നാൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. വിഷയങ്ങളെ കാണുന്നവനല്ല ക്രിസ്ത്യാനി. പ്രശ്നങ്ങളെ കണ്ടിരിക്കുന്നവന് ക്രിസ്ത്യാനിയാകാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ അനുഗമിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഈ ക്രൂശുമെടുത്ത് എന്നെ അനുഗമിക്കണം. നിന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലമുണ്ട്, വിഷയങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ടാകാം. പക്ഷേ ആ പ്രശ്നങ്ങളെയും വിഷയങ്ങളെയും പറഞ്ഞ് വീട്ടിനകത്തിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ആ പ്രതികൂലങ്ങളുടെ നടുവിലും ആ യേശുവേ ദാവീദ് പുത്ര എന്ന് നീ വിളിക്കാൻ തയ്യാറാണെങ്കിൽ ആത്മാ വിളിച്ചു പറയുകയാണ്, നിന്റെ വിഷയങ്ങളെ എന്റെ ദൈവം കൈകാര്യം ചെയ്യും. ഹല്ലേലൂയ ജീസസ്. എന്തെല്ലാം എക്സ്ക്യൂസുകൾ പറയാൻ പറ്റും അവർക്ക്. കണ്ണില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ ഫോളോ ചെയ്യും? നമ്മൾക്ക് എന്തെല്ലാം, പൈസ ഇല്ല, പിന്നെ എങ്ങനെ വരും ആരാധിക്കാൻ? വണ്ടിയില്ല, ബസ്സില്ല, കാറില്ല, നമ്മൾ എന്തെല്ലാം പറയും? ഇത്ര ദൂരമാണ്, ദൂരത്തെക്കുറിച്ച് പറയും, പൈസ ഇല്ലാത്തതിനെ കുറിച്ച് പറയും, വണ്ടി ഇല്ലാത്തതിനെ കുറിച്ച് പറയും, സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ചക്ക വേരലും കായ്ക്കുമെന്നൊരു സംഭവമുണ്ട്. ഇതല്ലാതെ ഒരു കല്യാണമാണെങ്കിൽ നടന്നാണെങ്കിലും പോകും ഉണ്ണായി. പ്രൈസ് ദി ലോർഡ്. അയ്യോ എനിക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും നടക്കാൻ വയ്യ, ചർച്ചിൽ വരാൻ വയ്യ, കാല് വയ്യ. അപ്പോഴും നോക്കിയപ്പോഴുണ്ട് കല്യാണ മണ്ഡപത്തിൽ ഇടിക്കുന്നു ഫുഡിന് വേണ്ടി. വയ്യാത്ത കാലും കൊണ്ട് ഇടിയോടിടി. നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, മുട്ട് വയ്യ മക്കളെ, എനിക്ക് മുട്ട് വയ്യ. പക്ഷെ മുട്ടിട്ട് മറ്റവനെ ഇടിച്ചങ്ങ് മാറ്റുകയാണ്. എന്തിന്? ഉണ്ണായി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം കർത്താവ് സ്വർഗത്തിൽ നിന്ന് ചിരിച്ച് ഇടപാട് തീരുകയാണ് നമ്മളെ. അത് വചനം 2-ാമത്തെ അധ്യായം സങ്കീർത്തനം പറയാണ്, ദുഷ്ടന്റെ പരിപാടികളെല്ലാം കണ്ട് സ്വർഗത്തിൽ ദൈവം ചിരിച്ച് ഇടപാട് തീരുകയാണ്. കർത്താവിന് ചിരിക്കാനേ സമയമുള്ളൂ സ്വർഗത്തിന്. കാരണം മനുഷ്യൻ ഭൂമിയിൽ കാണിക്കുന്ന പരിപാടികളൊക്കെ കണ്ട് സ്വർഗത്തിലെ ദൈവം ചിരിച്ച് ഊപ്പാട് വരികയാണ്. നമുക്ക് ആകെപ്പാടെ വിഷയമുള്ളത് 1.5 മണിക്കൂർ സമയം വന്നിരിക്കാനാണ്. വേറെ എല്ലാത്തിനും നമുക്ക് സന്തോഷമാണ്. നമ്മൾ പനി വന്ന് ചാവാൻ 105 ഡിഗ്രി പനി കൊണ്ട് ചാവാൻ വയ്യെങ്കിലും വായ്ക്കകത്ത് മറ്റേ സംഭവം തെർമോമീറ്റർ സംഭവം വെച്ച് ഇരിക്കുകയാണെങ്കിൽ ഈ സൈഡ് കൊണ്ടവർ സംസാരിക്കാൻ വരാതെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ദൈവസന്നിധി വന്ന ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ഇത് കണ്ടോണ്ടിരിക്കുക, എല്ലാം കണ്ടിട്ട് ചിരിച്ചോണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി ആരാധിക്കാം, വേണമെങ്കിൽ ദൈവസന്നിധിയിൽ വരാം.
നമുക്ക് എത്ര ബുദ്ധിമുട്ടി, എത്ര കഷ്ടപ്പെട്ട്, ചൈനയിലൊക്കെ എത്രയോ കിലോമീറ്ററുകൾ നടന്ന് ബൈബിൾ കൊണ്ട് നടക്കാൻ പറ്റാത്തവർക്ക് ബൈബിൾ പരസ്യമായി കണ്ട കൊല്ലും. സൗദിയിൽ പരസ്യമായി ബൈബിൾ കൊണ്ട് നടന്നാൽ ചിലപ്പോൾ പ്രശ്നമുണ്ട്. എന്തെല്ലാം പ്രതികൂലത്തിന് നടുവിലാണ് ലോകത്ത് ജനങ്ങൾ ആത്മനിറവിൽ ആരാധിക്കുന്നത്. അറബികളൊക്കെ തിരുവത്താഴ് ശുശ്രൂഷ എടുക്കുമ്പം, അല്ലെങ്കിൽ അറബികൾ രഹസ്യമായി ആരാധിക്കുമ്പം ഒരു ഭാഷ പറഞ്ഞാണ് അറബികളുടെ ആരാധനയെ പോയപ്പോൾ അയാൾക്ക് നാണക്കേടായി. ഒരു മലയാളം ഭാഷനെ അറബികൾ കണ്ണുകെട്ടി കൊണ്ടുപോയി മരുഭൂമിയിൽ കൊണ്ട് അവരെ ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ കണ്ണഴിച്ച് അവിടെ എന്ന് വെച്ചാൽ ഇത് കാണാൻ പാടില്ല, രഹസ്യമായ ആരാധനയാണ്. പരസ്യമായി കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലും അവർ. അതെന്ത് ചെയ്യും? അപ്പോൾ കണ്ണ് കെട്ടി കൊണ്ടുപോയി, ഒരു ഭാഷനെ കൊണ്ടുപോയി, എൻ്റെ ഒരു നമുക്കറിയാവുന്നൊരു പാർട്ടിയെ കണ്ണ് കെട്ടി കൊണ്ടുപോയി ഏതോ മരുഭൂമിക്കകത്ത് മറ്റേ ടാർപ്പൻ ഇതൊക്കെ അടിച്ച് അതിനകത്ത് കൂടാരം, അതിനകത്ത് അറബികൾ ആരാധിക്കുക. അറബികൾക്ക് തിരുവത്താഴ ശുശ്രൂഷകൾ കൊടുക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പോൾ ഇങ്ങേർക്ക് നാണക്കേട്. കാരണം പുള്ളി ഇതുവരെ കേരളത്തിലോ ഇന്ത്യയിലോ ഇതുപോലെ ഒരു ആരാധന കണ്ടിട്ടില്ല. അവര് തറയിലും ഇല്ല ആകാശത്തും ഇല്ലാതെ ആരാധിക്കുക. മനസ്സിലായോ? ഭയങ്കര ആരാധന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നിനക്ക് ഈ യേശുവിന്റെ വില അറിയത്തില്ല. ഇന്ന് നിനക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് നിനക്ക് ഇതിന്റെ വില അറിയത്തില്ല. എന്നാൽ ഒരു നാൾ നിനക്ക് തോന്നും, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ആരാധനയ്ക്ക് പോയാൽ മതിയായിരുന്നു, ഏതെങ്കിലും സഭ ഒന്ന് ഓപ്പൺ ആയെങ്കിൽ മതിയായിരുന്നെന്ന് കൊറോണ സമയത്ത് വീട്ടിനകത്തിരുന്ന് നിലവിളിച്ചവരാ നമ്മളൊക്കെ. ഒന്ന് ആരാധനയ്ക്ക് സഭ ഒന്ന് തുറന്നിരുന്നെങ്കിൽ മതിയെന്ന് കരഞ്ഞ് നിലവിളിച്ചവരാണ്. പക്ഷേ ഇന്ന് എങ്ങനെ ആരാധന അവസാനിപ്പിക്കാൻ തുടങ്ങിയ, എങ്ങനെ ആലയം പൂട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിറങ്ങിയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം നീ വിനിയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ എക്സ്ക്യൂസ് പറയരുത്. നിനക്ക് കാല് പറ്റുമല്ലോ, നടക്കാൻ പറ്റുമല്ലോ, നിനക്ക് ചെവി കേൾക്കാമല്ലോ, നിന്റെ കരങ്ങൾ കൊണ്ട് നിനക്ക് ആരാധിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. യേശു നടന്നു പോയ സമയത്ത് കർത്താവിൻ്റെ പുരുഷാരം യേശു പോകുന്നത് വിളിച്ചു പറഞ്ഞ് ദാവീദ് പുത്ര എന്നുള്ള വിളി കേട്ടപ്പോൾ കണ്ണ് കണ്ടുകൂടാത്ത ഇവര് പറഞ്ഞില്ല, എന്തെങ്കിലും തരണമേ, എന്തെങ്കിലും തരണേ, എന്തെങ്കിലും തരണേ എന്ന് പിച്ചക്കാരെ യാചിക്കുന്നത് പോലെ. അന്നത്തെ ആവശ്യത്തിന് വേണ്ടി പണമല്ല യേശുവിനോട് ചോദിച്ചത്. ദാവീദ് പുത്ര നീ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞാ പോയത്. ഹല്ലേലൂയ. അവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, അവർക്ക് പിച്ച ചോദിക്കാം. രണ്ട്, അവർക്ക് സൗഖ്യം ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രവർത്തിക്കാത്ത രണ്ട് അവയവം, അതാണ് രണ്ട് കണ്ണുകൾ പ്രവർത്തിക്കുന്നില്ല. പക്ഷേ പ്രവർത്തിക്കുന്ന കയ്യും കാലും വായും കൊണ്ട് അവര് യേശുവിനെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ട് അവരുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ കുരുടന്മാര്, അന്ധന്മാര്, കണ്ണ് പൊട്ട. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ തന്നെ ഒരു കണ്ണ് കണ്ടുകൂടാത്ത ഒരാൾ നമ്മുടെ ഏരിയയിലുണ്ടെങ്കിൽ നമ്മൾ ആളുടെ പേരാണ് പറയുന്നത്. നമ്മൾ ആരെങ്കിലും കണ്ണ് പൊട്ടായി, പ്രൈസിന് ആ വീട്ടിലെ കണ്ണ് പൊട്ടനെ, കുരുടൻ, കണ്ണ് പൊട്ടൻ എന്നല്ലേ പറയൂ, പേര് പോലും പറയത്തില്ല അല്ലേ? ഇവരെ രണ്ടുപേരെയും അങ്ങനെയാണ് പറയുന്നത്. നാട്ടുകാരെല്ലാം പറഞ്ഞു പോലെ കണ്ണ് പൊട്ടൻ, അന്ധൻ, കുരുടൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാ പറയും, നിന്റെ എല്ലാ ഐഡന്റിറ്റിയും ദൈവം മാറ്റും. നിന്നെക്കുറിച്ച് പലരും പലതുമായിരിക്കാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷേ കർത്താവ് പറയുകയാണ്, അതെല്ലാം മാറ്റാൻ എൻ്റെ ദൈവത്തിന് ശക്തനാണ്. അന്ധന്മാരെന്നും കുരുടന്മാരെന്നും കുരുട്ട് കണ്ണുള്ളവരെന്നും പറഞ്ഞ് നിന്നെ ഇട്ടിരിക്കുന്ന ഇരട്ട പേരുകളൊക്കെ മാറ്റിയിട്ട് എൻ്റെ ദൈവം നിന്നെ സൗഖ്യമാക്കണമെങ്കിൽ ഇന്ന് പകല് ദൈവത്തെ ഫോളോ ചെയ്യണം. ഈ രണ്ടുപേര് യേശുവിനെ ഫോളോ ചെയ്തപ്പോൾ യേശു മൈൻഡ് പോലും ചെയ്തില്ല. യേശു ക്രിസ്തു ഒരു വീട്ടിനകത്ത് കയറിപ്പോയി. ആ വീട്ടിനകത്ത് കയറിപ്പോയപ്പോൾ ഈ രണ്ടുപേരും അവിടെ നിന്നില്ല, വീട്ടിന്റെ പുറത്ത് നിന്നില്ല. അവര് യേശുവിനോട് അനുവാദം ചോദിച്ചില്ല, ഒരു ഇൻവിറ്റേഷന് വേണ്ടി കാത്തുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെയെങ്കിലും എനിക്ക് സൗഖ്യം പ്രാപിച്ചേ പറ്റത്തുള്ളൂ. ആ വീട്ടിനകത്ത് യേശു ഒരിടത്തുണ്ടെങ്കിൽ ഒരു അനുവാദവും നിനക്ക് ആവശ്യമില്ല, നിനക്ക് ധൈര്യമായി കയറി ചെല്ലാം. യേശു ഒരു വീട്ടിലുണ്ടെങ്കിൽ, ഒരു സ്ഥലത്തുണ്ടെങ്കിൽ, ഈ ലോകത്ത് പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ അനുവാദം വേണം, മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ അനുവാദം വേണം, മെമ്പർമാരെ കാണണമെങ്കിൽ അനുവാദം വേണം, പാസ്റ്റർമാരെ കാണണമെങ്കിൽ അനുവാദം വേണം. പക്ഷേ ഒരു അനുവാദവും ഇല്ലാത്ത ഒരുവനേ ഉള്ളൂ, അത് യേശുവാണ്. ഈ ലോകത്ത് ആരെ കാണണമെങ്കിലും നിനക്ക് അനുവാദം വേണം.
അനുവാദമില്ലാതെ അകത്ത് പ്രവേശിക്കരുതെന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സോ ലോകത്തുള്ള സകല മനുഷ്യരെ കാണണമെങ്കിലും ചെറിയവനെയും വലിയവനെയും കാണണമെങ്കിൽ അവരുടെ സൗകര്യം അനുസരിച്ച് കാണാൻ പറ്റത്തുള്ളൂ. ഒരു വിസിറ്റിങ്ങിന് ഒരു വീട്ടിൽ പോകണമെങ്കിൽ ഫോൺ ചെയ്ത് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഏത് സമയത്ത് ചെന്നാലും കാണാൻ പറ്റാവുന്ന ഒരുവനെ നിന്റെയും എന്റെ ജീവിതത്തിലുള്ളൂ. അത് നസറായനായ യേശു മാത്രമാണ്. ഏത് സമയത്ത് ഫോൺ ചെയ്താലും കിട്ടുന്ന ഒരേ ഒരു ദൈവം, ഒരേ ഒരു വ്യക്തി, അത് യേശുവാണ്. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. യിരെമ്യാവ് 33:3 പറയുകയാണ്, എന്നെ വിളിച്ച് അപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ ജീസസ്. ദൈവമക്കളെ, നമുക്ക് ഫ്രീഡം ഉണ്ട് ദൈവസന്നിധി ചെല്ലാൻ. മനസ്സിലായോ? നിങ്ങൾ നോക്ക്, ഇവിടുത്തെ ഉന്നതന്മാരായ പാഷന്മാരെ കാണാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്, ഭാഷ എനിക്കൊന്ന് കാണാം. ഫോൺ പോലും എടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലര് വാട്സപ്പ് മാത്രമേ യൂസ് ഫോൺ ഒന്നും എടുക്കത്തില്ല. എത്രയോ ദൈവദാസന്മാരെ, ഈ പറഞ്ഞ ശുശ്രൂഷകരായിരിക്കുന്ന ഞാൻ പോലും എത്രയോ പാഷന്മാരെ കാണാൻ വേണ്ടി വിളിച്ചാൽ പ്രൈസ് ദി ലോർഡ് അവർ സമയം തരത്തില്ല. കാരണം അവർ നോക്കത്തില്ല, ചിരിക്കത്തില്ല, ഫോൺ വിളിച്ചാൽ പോലും എടുക്കത്തില്ല, പ്രവാചകന്മാരെ വിളിച്ചാൽ എടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഇന്നും ഇറങ്ങിയവന്മാർ പോലും ഒരു പ്രാവശ്യം വിളിച്ച സമയമല്ല, പിന്നീട് വിളിക്കാം, പിന്നീട് കാണാം, പിന്നീട് ഇതാ. അങ്ങനത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ന് പകല് നമ്മളെന്തിനാ കണ്ടവന്റെ പുറകെ നടക്കുന്നത്? ഏത് സമയത്തും നിനക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട് കയറി ചെല്ലാൻ, വിളിക്കാൻ, പ്രാർത്ഥിക്കാൻ. അത് നസറായനായ യേശു. യേശു സൃഷ്ടിച്ച യേശുവിന്റെ കൃപ അല്പസ്വല്പം കൊടുത്തിരിക്കുന്ന ഇവന്റെയൊക്കെ പുറകെ നമ്മളെന്തിനാ നടക്കുന്നത്? ആ യേശു എപ്പോഴും നിന്റെ പുറകിലുണ്ടല്ലോ. കർത്താവ് നിന്റെ കൂടെ ഉണ്ടല്ലോ. ആ യേശുവിനെ ഒന്ന് വിളിക്ക, ആ യേശുവിന്റെ അടുക്കലൊന്ന് പോ, ആ യേശുവിന്റെ അടുക്കലൊന്ന് മുട്ടുമടക്ക. ആ യേശുവിനെ കാണാൻ വേണ്ടി നീ ശ്രമിക്ക. യേശുവിനെ കാണാൻ, യേശുവിനെ വിളിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിന്റെ അടുക്കൽ പോകാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. നീ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല, നിന്നെ ഇൻവിറ്റേഷൻ തരേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും മടിച്ചു നിൽക്കുന്നവരാ. കർത്താവിന്റെ അടുക്കൽ പോകുന്നതിനേക്കാൾ ഒരു മറ്റു പലരുടെ അടുക്കൽ പോകുന്നവരാ നമ്മള്. രണ്ടു കൂട്ടരുണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആ ദൈവത്തിന്റെ സന്നിധിയിൽ വിഷയങ്ങളെ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ വിഷയങ്ങൾ കൊണ്ടുവരുന്നവരുണ്ട്. ദൈവത്തിനെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട്. എന്നാൽ എത്ര വിഷയങ്ങൾ ഉണ്ടെങ്കിലും വിഷയം മാത്രം പറയും, ദൈവത്തിനെ വേണ്ട ആവശ്യമില്ലാത്തവരുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ വരത്തില്ല, ദൈവസന്നിധിയിൽ വിഷയം കൊടുക്കത്തില്ല, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വരത്തില്ല, പാസ്റ്റർമാരെ വിളിച്ച് പ്രാർത്ഥിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവരാരും ഒരിടത്തും വരത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല, പറയത്തുമില്ല. രണ്ട് കൂട്ടര്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കറിയാം എത്രയോ പേര് ഒരു വിടുതലില്ലെങ്കിൽ എല്ലാ ദിവസവും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു സഹോദരൻ ഇവിടെ വന്നു. ആ സഹോദരന്റെ ലൈഫില് വലിയ പ്രതിസന്ധിയായിരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടിയിരുന്നപ്പോഴാണ് എന്നെ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം രാത്രി 3 മണിയായപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ വേണ്ടി പോയ വെളിപ്പാടുകളൊക്കെ ഞാൻ വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ശരിയാണ്, രാത്രി 3 മണിയായപ്പോൾ നെഞ്ചുവേദന എടുത്ത് ഞാൻ പിടച്ചതാണ്, ഞാൻ മരിച്ചു പോകുമെന്ന് വിചാരിച്ചത്. പക്ഷേ ദൈവം എന്നെ വിടുവിച്ചു. അത്രയും വലിയ പ്രതിസന്ധി. 6 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പോയ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ അത്രയും വലിയ പ്രതിസന്ധി. കോടിക്കണക്കിന് രൂപ ഒരാൾ പറ്റിച്ചു, വഞ്ചിച്ചു, ചതിച്ചു. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മോഷ്ടിച്ചത് കൂടാതെ തനിക്ക് വിരോധമായി കള്ളക്കേസ് കൊടുത്തു. ഗുണ്ടകളെ വിട്ട് അടിപ്പിക്കാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. സ്വന്തം ഭാര്യ തന്നെ തള്ളിക്കളഞ്ഞു, മക്കൾ തന്നെ തള്ളിക്കളഞ്ഞു, ലോകം മുഴുവനും തള്ളിക്കളഞ്ഞ് ഒറ്റയ്ക്ക് ഒരു റൂമിനകത്ത് കയറി താമസിച്ച് ഏത് സമയത്തും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കത്തക്ക നിലവാരങ്ങളിൽ ഒരു ബോംബ് ഹൃദയത്തെ കൊണ്ട് നടക്കും പോലെ അഭിമാനിയായ മനുഷ്യൻ, വെളിയിൽ ഒരു മനുഷ്യനോട് പോലും കാര്യങ്ങൾ പറയാൻ പറ്റാതെ, ഷെയർ ചെയ്യാൻ പറ്റാതെ, ഒന്ന് ആശ്രയിക്കാൻ ആരുമില്ലാതെ തകർന്നിരുന്നപ്പോൾ ആണ് ഞാൻ കണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കിയത്, എന്ന് എന്നെ കണ്ടോ അന്ന് മുതൽ രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പും രാവിലെ എഴുന്നേറ്റ ഉടനെയും എന്നെ വിളിച്ചിരിക്കും. കഴിഞ്ഞ 6 മാസമായി എൻ്റെ വൈഫിനറിയാം, എല്ലാ ദിവസവും കാണുന്നതാണ്. രാവിലെയും രാത്രിയും എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടേ കിടക്കാറുള്ളൂ. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ച്
ആഴ്ച 2-3 എത്ര വിടുതലിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നാളെ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ മുട്ടിപ്പായി തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചു. കണ്ട അത്ഭുതം എന്താണെന്ന് അറിയാമോ? ഒരു മനുഷ്യൻ പോലും മൈൻഡ് ചെയ്യാതെ വിഷയങ്ങൾ കുടുങ്ങി തകർന്നവനായി കിടന്ന ആ മനുഷ്യനെ ദൈവം വീണ്ടും എഴുന്നേൽപ്പിച്ചു. ഒരു കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തകർന്ന് മരിച്ചാ മതി എന്ന് പറഞ്ഞ് ഏലിയാവിനെ പോലെ കരഞ്ഞുകൊണ്ട് നടന്ന വ്യക്തി സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിച്ചു. പുറത്തു കൊണ്ടുവന്നു. ദൈവസഭയ്ക്ക് ഒരു ബ്ലെസ്സിങ് ആക്കിക്കൊണ്ടിരിക്കുക, അനുഗ്രഹമാക്കിക്കൊണ്ടിരിക്കുക. മറ്റൊരു മനുഷ്യൻ വന്നു, ഡിപ്രഷനായി, ഉറക്കമില്ല, ഹൈ പോസ്റ്റിനകത്തിരുന്ന ആളാണ്. ആ മനുഷ്യന് ഉറക്കമില്ലാതായി. ജോലി പോയപ്പോൾ ഡിപ്രഷന് ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ആള് നമ്മുടെ സഭയിൽ വന്നു, പ്രാർത്ഥിച്ചു, പ്രാർത്ഥന ആവശ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എല്ലായ്പ്പോഴും എപ്പോഴൊക്കെ കാണും അപ്പോഴെല്ലാം ഓയിൽ വെച്ച് പ്രാർത്ഥിച്ചേ പറ്റൂ. ഒലിവ് ഓയിൽ വെച്ച് പുള്ളി എന്നെ പറഞ്ഞ് ഞങ്ങൾ ഒലിവ് ഓയിൽ അവർ വന്നിട്ട് പറയും ഒലിവ് ഓയിൽ വെച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ഇപ്പൊ എന്താണെന്നറിയാം, ഉന്നതമായ ലെവലിൽ കയറി വരികയാണ്. പക്ഷെ മറ്റൊരു ചില വ്യക്തികളുണ്ട്, അവർ വരുന്നതും പോകുന്നതും പോലും നമ്മൾ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ പറയുന്നു വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഭയങ്കര വിഷയമാണ്, ഭാഷ ഭയങ്കര വിഷയമാണ്, ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാണ്, ഫൈനാൻസ് മേഖല തകർന്നിരിക്കുന്നു, വിഷയമാണ്. പക്ഷെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, ഭാഷ പ്രാർത്ഥിക്കുക, ഭാഷ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ സ്ഥാപനത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുക, ഞാൻ അങ്ങോട്ട് വരട്ടെ പ്രാർത്ഥിക്കാൻ, എൻ്റെ കർത്താവിൻ്റെ സന്നിധി വന്നാൽ വിടുതലാവുമെന്ന് എനിക്കറിയാം, ഞാൻ വരട്ടെ പ്രാർത്ഥിക്കാൻ. അവർ ദൈവത്തെ അന്വേഷിച്ചിട്ടില്ല, ദൈവദാസന്മാരുടെ അടുക്കലും വന്നിട്ടില്ല. അവരുടെ വിഷയങ്ങൾ ഇതുവരെ മാറിയിട്ടുമില്ല. ഞാൻ പറയട്ടെ, 2 തരക്കാരെപ്പോഴും ഉണ്ട് വിശ്വാസികളുടെ കൂട്ടത്തിൽ. ഒരു തരക്കാർ വിഷയങ്ങൾ വരുമ്പോൾ കരഞ്ഞു നിലവിളിച്ച് വരും, വിടുതലാവും. പ്രൈസ് ദി ലോർഡ്. നന്ദിയില്ലാത്ത പിന്നെ അങ്ങനെ ആ വിഷയങ്ങൾ മാറുന്നതും വിടുതലാകുന്നതും പിന്നെ അവരുടെ സ്വഭാവം മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. വിഷയങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരിക. നീ ആ വിഷയങ്ങളെ പറഞ്ഞുകൊണ്ട് നടന്നതുകൊണ്ട് നിന്റെ വിഷയം മാറത്തില്ല, നിന്റെ പ്രശ്നവും മാറത്തില്ല, ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരത്തില്ല. പക്ഷെ ഇന്ന് പകല് ആരെയും നോക്കാതെ ആ വിഷയം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ബലാത്കാരമായ ആ കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ നീ തയ്യാറായി നിന്നാൽ 2 വർഷം കഴിഞ്ഞ് നടക്കേണ്ട വിടുതൽ ഇന്ന് നടക്കും. പ്രൈസ് ദി ലോർഡ്. 2 വർഷം നീ വിഷയം പറഞ്ഞുകൊണ്ട് നടന്നാൽ 1 വർഷമാകും, 2 വർഷമാകും, 3 വർഷമാകും. കാരണം നീ ദൈവസന്നിധി വരുന്നില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല, ദൈവസന്നിധിയിൽ പറയുന്നില്ല, ദൈവത്തിന് അഭിഷിക്തന്മാരോട് പറയുന്നില്ല, അവരുമായിട്ടിരുന്ന് സംസാരിക്കുന്നില്ല, പോം വഴി ചോദിക്കുന്നില്ല, അവരുടെ വെളിപ്പാടുകൾ ചോദിക്കുന്നില്ല, ആ കെട്ടുകൾ പൊട്ടുന്നില്ല. പക്ഷേ നീ നിരന്തരമായി ബലാത്കാരേണ കർത്താവിന്റെ അടുക്കൽ ഇരുന്നാൽ നിന്റെ ഏത് കുരുക്കും അഴിയും. അത് 2 വർഷം കഴിഞ്ഞല്ല. പ്രൈസ്. നീ എത്രത്തോളം ബലാത്കാരം ചെയ്ത് ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം വിടുതൽ നിന്റെ ലൈഫിൽ വെളിപ്പെടും. നിന്റെ പ്രശ്നത്തിന് മറുപടി ഉണ്ടാകുന്നത് നിന്റെ മാനസികാവസ്ഥയാണ്. നീ എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നതാണ്. അവർക്ക് പറയാം, ഓ ഞങ്ങൾ പുള്ളിയുടെ പുറകെ പോയി, പുള്ളി ഇതാ വീട്ടിൽ കയറി പോയി, ഇനി അങ്ങേര് വരുന്നവരെ ഇവിടെ എങ്ങനെ ഇരിക്കാം. അവരിരുന്നോ? നമ്മളാണെങ്കിൽ അങ്ങനെ പറയും അല്ലേ, നമ്മളെ എക്സ്ക്യൂസുകളുടെ ആളാ. ഓ പുള്ളിയുടെ പുറകെ പോയ പുള്ളി ദാ അകത്തോട്ട് കയറി പോയിരിക്കുക, ഇനിയിപ്പോൾ പുള്ളി വരുന്നവരെ നമ്മൾ ഇവിടെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മളെ പാട്ടിന് പോവാം, വേറെ ആരെങ്കിലും നമുക്ക് കിട്ടുമോ നോക്കാം. പക്ഷേ ആ കുരുടന്മാർ ചാടി അകത്ത് കയറി, യേശുവിനെ അനുഗമിച്ചു, അകത്ത് കയറി. അപ്പോൾ കർത്താവ് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ 2 കണ്ണുകളും സൗഖ്യമായി. ഇത് പ്രസിദ്ധിക്ക് വേണ്ടിയല്ല, ആരോടും നിങ്ങൾ പറയരുത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പ്രസിദ്ധിക്ക് വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്യുന്ന ഒരു കാര്യവും പ്രസിദ്ധിക്ക് വേണ്ടിയല്ല. അതിന്റെ കാര്യം യേശുവിനില്ല. നിന്റെ വിഷയവുമായി ബലാത്കാരികൾ ദൈവരാജ്യത്തിനകത്ത് കയറിയാൽ ഇന്ന് പകൽ പ്രസിദ്ധിക്ക് വേണ്ടിയല്ല, നിന്റെ വിഷയത്തിന്റെ വിടുതൽ ദൈവം നിനക്ക് തരാൻ പോവുകയാണ്.
ഹല്ലേലൂയ ജീസസ്. നോക്ക, ദാവീദ് പുത്ര എന്നുള്ള വിളി, നിരന്തരമായ ഫോളോ അപ്പ്. ഹല്ലേലൂയ. വീട്ടിനകത്ത് ഇൻവിറ്റേഷൻ ഇല്ലാതെ ഇടിച്ചു കയറി സൗഖ്യം കൊണ്ടേ അവർ പുറത്ത് വന്നുള്ളൂ. കണ്ണു പൊട്ടാന്നുള്ള വിളി അവിടെ അവസാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചരിത്രം മാറുന്നത് അതുപോലെ ലേറ്റായി കിട്ടേണ്ട വിടുതലിനെ സ്പീഡാക്കാൻ നിനക്ക് പറ്റത്തുള്ളൂ. പെട്ടെന്ന് വിടുതൽ വേണോ? അത് കർത്താവിന്റെ കയ്യിലല്ല ഇരിക്കുന്നത്, മനുഷ്യന്റെ കയ്യിലല്ല, പാഷന്മാരുടെ കയ്യിലല്ല. നിനക്ക് അതിനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ വിഷയത്തിന് പെട്ടെന്ന് വിടുതൽ ഉണ്ടാവൂ. അത് പ്രാർത്ഥിക്കേണ്ടതും പ്രാപിക്കേണ്ടതും നീയാണ്. നീ ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറ്റത്തിൽ പോയാൽ നിന്റെ വിഷയം ലേറ്റാകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, ആരാ പിന്മാറുന്നത്? ദൈവമാണോ പിന്മാറുന്നത്? നമ്മളാണോ? ചോദിക്കടുത്തിരിക്കുന്ന ആരാ പിന്മാറ്റത്തിൽ പോകുന്നത്? പിന്മാറ്റത്തിൽ പോകുന്ന ആരാ? മനുഷ്യൻ. പിശാചിനും പിന്മാറ്റമൊന്നുമില്ല, അവന്റെ പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. കർത്താവിനും പിന്മാറ്റമില്ല. പിന്നെ ആരുടെ കയ്യിലാണ് ഈ വിഷയങ്ങൾ മറുപടി ഇല്ലാതെ പോകുന്നത്? നമ്മളാണ് പിന്മാറ്റത്തിൽ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ ചോദിക്കുന്നില്ല, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നില്ല, നമ്മൾ ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് കയറുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ അതുപോലെ തന്നെ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നീ കയറിയാൽ, നീ പിന്തുടർന്നാൽ, നീ വിളി നിർത്താതിരുന്നാൽ, നീ ആരാധന നിർത്താതിരുന്നാൽ, നീ പ്രാർത്ഥന നിർത്താതിരുന്നാൽ, നീ വിശ്വസിച്ചാൽ, നിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തി നീ ചെയ്താൽ, ദൈവം കാണത്തക്ക രീതിയിൽ നിന്റെ വിശ്വാസത്തെ നീ പ്രകടിപ്പിച്ചാൽ, ഇന്ന് പകൽ ദൈവം പിന്മാറുന്ന ദൈവമല്ല. നിന്നോട് വാക്ക് പറഞ്ഞവൻ പിന്മാറുകയില്ല. നിനക്ക് വാഗ്ദത്തം തന്നവൻ പിന്മാറുകയില്ല. വാഗ്ദത്തം തന്നവൻ വിശ്വസ്തനാണ്. അവൻ പിന്മാറുന്ന ദൈവമല്ല, അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അവൻ പിന്മാറുകയില്ല, അവൻ വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് പകൽ നീ പിന്മാറ്റത്തിൽ പോയാൽ നിനക്ക് വിടുതലില്ല. നിന്റെ പ്രശ്നങ്ങളെല്ലാം ലേറ്റാവും, വർഷങ്ങളെടുക്കും, നാളുകളെടുക്കും. നിന്റെ കരച്ചിൽ മാറത്തില്ല, നിന്റെ വിഷമവും തകർച്ചയും മാറത്തില്ല. പക്ഷെ നീ അടുത്ത് വന്നാൽ, കർത്താവിന്റെ അടുത്ത് നീ കയറി വന്നാൽ, ഇന്ന് പകൽ നിന്റെ കണ്ണുനീര് ദൈവം തുടയ്ക്കും. നിന്റെ വിഷയങ്ങൾ മാറും, നിന്റെ പ്രശ്നങ്ങൾ മാറും. നീ മറ്റുള്ളവർ കാണത്തക്ക നിലവാരങ്ങളിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. സകല മനുഷ്യരും കണ്ട് ഞെട്ടും. മനുഷ്യന്റെ വാക്ക് കേട്ട് നീ ആരാധന നിർത്തരുത്, പ്രാർത്ഥന നിർത്തരുത്. ഹല്ലേലൂയ. വൃത്തിമായി എന്ത് ചെയ്തു? ഇതുപോലെ തന്നെ വിളിച്ചു, ഇതുപോലെ തന്നെ വൃത്തിമായി വിളിച്ചു. ദാവീദ് പുത്ര, കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് ഒരാള് കർത്താവിനോട് നിലവിളിച്ച, നാട്ടുകാരോടല്ല. അടുത്ത് ഇരിക്കുന്ന പീറ്ററിനെ അല്ല വിളിച്ചത്, പൗലോസിനെ അല്ല വിളിച്ചത്, യേശുവിനെ വിളിച്ചത്. പക്ഷേ നാട്ടുകാരെല്ലാം കൂടെ എന്ത് പറഞ്ഞു? നിർത്തണം നിന്റെ ആരാധന, നിർത്തണം നിന്റെ ആരാധന, ചുമ്മാ മിണ്ടാതിരിക്കെ. പ്രൈസ് ദി ലോർഡ്. അത് കേട്ട് മിണ്ടാതിരുന്നെങ്കിലോ വൃത്യമായിയുടെ സൗഖ്യം ഉണ്ടാവുമോ? വൃത്യമായിയെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കുവോ? വൃത്യമായിയുടെ കുരുട്ട് കണ്ട് തുറക്കുവോ? അയ്യോ, നാട്ടുകാരൊക്കെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർക്ക് യേശുവിനേക്കാൾ വലുതാണ് ഇന്നലെ കണ്ട ആൾക്കാർ. നിനക്ക് രക്ഷ തന്ന ആരാണ്? നീ ചത്ത എന്റെ ആത്മാവ് കൊണ്ടുപോകണ ആരാ ഇവിടെ? പ്രൈസ് ദി ലോർഡ്. നിനക്ക് നിത്യജീവൻ തരുന്ന ആരാ? ഉറപ്പുണ്ടോ? ചിലർക്കൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. വീണയാണോ അമലയ്ക്ക് രക്ഷ തരണത്? അമലയാണോ വീണയ്ക്ക് രക്ഷ കൊടുക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ആണോ രക്ഷകരാരെങ്കിലും ആണോ? ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും രക്ഷകരാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എപ്പോ നിന്റെ രക്ഷകനായി മനുഷ്യരെ കാണുന്നു, അപ്പം നിന്റെ ജീവിതം തീർന്നതാ, നിന്റെ കാര്യം തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ രക്ഷകൻ യേശുവാ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് ചരിത്രത്തിൽ ആദ്യം മുതൽ ഇന്ന് വരെ മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ അനുഗ്രഹത്തെ തടയാനേ നോക്കിയിട്ടുള്ളൂ. അതിന് കാരണം അസൂയയാണ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക,
നീ രക്ഷപ്പെടും, നീ നന്നാവും, നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് കണ്ടാൽ പിശാച് ഒരുത്തനെ അയച്ചിരിക്കും. എല്ലാത്തിൻ്റെ അടിസ്ഥാനം വേറെ ഒന്നുമല്ല, അസൂയയാണ്. ഒരു കാര്യം മാത്രം, ഒറ്റ വെളിപ്പാടാണ്, അസൂയയിൽ നിന്നാണ് എല്ലാ വിഷയങ്ങളും തോന്നുന്നത്. മറ്റുള്ളവരോടുള്ള അസൂയ. പ്രൈസ് ദി ലോർഡ്. ആ അസൂയയാണ് സകല വിഷയങ്ങളുടെയും കാരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ആരാധനയെ ബ്ലോക്ക് ചെയ്യുന്നത് നീ അനുഗ്രഹിക്കപ്പെടാതിരിക്കാനാ, നീ വിടുതൽ പ്രാപിക്കാതിരിക്കാൻ, നീ ഉയർച്ച പ്രാപിക്കാതിരിക്കാൻ. നിർത്തണം നിന്റെ ആരാധന. നീ എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നീ എന്തിനാ കർത്താവിൻ്റെ അടുക്കൽ പോകുന്നത്? നീ എന്തിനാ ചർച്ചിൽ പോകുന്നത്? നീ എന്തിനാ ആരാധിക്കാൻ പോകുന്നത്? നീ എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്? ഞങ്ങളോടൊക്കെ പലരും പറഞ്ഞതാ, പക്ഷെ ഞങ്ങൾ കേട്ടില്ല. ഇന്നും അവരൊക്കെ അങ്ങനെ കിടക്കുക. ഞങ്ങൾ ആരാധന നിർത്താത്തത് കൊണ്ടാണ് ഇന്നും ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ്. നമ്മളോടുള്ള അസൂയ പിടിച്ച് ആൾക്കാർ പറയും, നിന്റെ വിളി നിർത്ത്, നിന്റെ പ്രാർത്ഥന നിർത്ത്, നിന്റെ വിശ്വാസം നിർത്ത്, നിന്റെ ആരാധന നിർത്ത്. ഇത് അയ്യോ അളിയൻ മച്ചണായി മച്ചമ്പി പറഞ്ഞാൽ പിന്നെ എനിക്ക് എങ്ങനെ കേൾക്കാതിരിക്കും? IC കിടന്നപ്പോൾ മച്ചമ്പി വന്ന പ്രൈസലോ. ദുഷ്ട പിശാചും ഭൂതവും പിടിച്ച് നിന്റെ തലമുറ നശിക്കാൻ നടന്നപ്പോൾ ഈ മച്ചമ്പിയ നിന്റെ കൂട്ടുകാരിയൊക്കെ വന്നോ? നിന്റെ കൂടെ ഉള്ള ആൾക്കാരാണോ നിന്റെ ഭൂതം വെളിയിലാക്കിയത്? നിന്റെ ബന്ധനം അഴിച്ചത് നിന്റെ രക്ഷകരായവരാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ശാപവും നിന്റെ ബന്ധനവും നിന്റെ സകല കൈവശം ഇളക്കിയത് നിന്റെ രക്ഷകരാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ വിടുവിച്ചത് യേശുവ, നിന്റെ രക്ഷകൻ യേശുവ, നിന്റെ ബന്ധനം അഴിച്ചത് യേശുവ. പ്രൈസ് ദി ലോർഡ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഭൂതം കയറും നിന്റെ തലമുറയുടെ ഭാഗത്ത്. അപ്പോഴും അവർ തന്നെ ഇറക്കാൻ വേണ്ടി വിളിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, നീ വാക്ക് കേൾക്കേണ്ടത്, നീ നോക്കേണ്ടത് യേശുവിൻ്റെ അടുക്കലാണ്. നാട്ടിൽ കിടക്കുന്നവൻ്റെ വാക്ക് കേട്ടാൽ നിന്റെ വിടുതൽ. നീ കുരുട്ട് കണ്ണായി എന്നും നീ പിച്ച തെണ്ടിക്കൊണ്ട് നടക്കേണ്ടി വരും. ഇന്ന് പകൽ നീ ഇന്ന് ആത്മാവിൽ കയറിക്കോ. നീ കാണേണ്ടവനെ കാണ്, നീ കേൾക്കേണ്ടവനെ കാണ്. നിന്റെ രക്ഷകൻ യേശുവാണ്. നിന്റെ വിളി നിർത്തരുത്, നിന്റെ ആരാധന നിർത്തരുത്, നിന്റെ വിശ്വാസം നിർത്തരുത്, നിന്റെ പ്രാർത്ഥനയൊന്നും നിർത്തരുത്. നിന്റെ ജീവിതത്തിൽ കെട്ടിയ വിടുതൽ മനുഷ്യൻ തന്ന വിടുതലല്ല, അത് യേശു തന്ന വിടുതല. അത് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിന്റെ അകത്ത് ഉളുപ്പുണ്ടെങ്കിൽ, ഇന്ന് പകൽ വിശ്വാസത്തിൽ നീ പിന്നോട്ട് പോകാതെ മനുഷ്യന്റെ വാക്ക് കേട്ട് പ്രൈസ് ദി ലോർഡ് പിന്മാറ്റത്തിൽ പോകാതെ യേശുവിനെ രക്ഷകനായി. ഹല്ലേലൂയ. നിർത്തറാതിന്റെ ആരാധന നിർത്തറാന്ന് പറഞ്ഞു. മിണ്ടരുത്, ശല്യം ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യരുത്. പക്ഷേ ബർത്തിമയ്ക്ക് അറിയാം, ഈ പറയണവന്മാരെല്ലാം എന്നും പിച്ചക്കാരാന്നും കുരുട്ട് കണ്ണെന്നും വിളിച്ചുകൊണ്ടിരിക്കുക അവനെ. ഇവൻ അങ്ങനെ കിടക്കുന്നതാണ് അവർക്കിഷ്ടം. എന്നാൽ ഒരു നാട് മുഴുവൻ നിരങ്ങി പോകാൻ പറ്റത്തുള്ളൂ. ചില ആൾക്കാരുണ്ട്, നാട് നീളെ എവിടെ വിടുതലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്, കുരങ്ങന്മാരെ പോലെ ചാടി. അത് നടന്നിറന്ന് ശീലിച്ച ആൾക്കാരുണ്ട് അങ്ങനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില ശീലങ്ങളാണ്, ചില അടിമത്ത നുഖങ്ങളാണ്, ചില ഇതാണ്. പിച്ച എടുക്കുന്നവൻ എന്നും പിച്ച എടുത്താലേ പറ്റുള്ളൂ. എനിക്ക് പിച്ചക്കാരനാകണ്ട എന്ന് നിനക്ക് വിചാരിച്ചാലേ നിനക്ക് വിടുതലുണ്ടാവും. എനിക്ക് പിച്ച എടുക്കണ്ട, ഇനി എനിക്ക് പിച്ച എടുക്കണ്ട. ഞാൻ വർഷങ്ങളോളമായി ഇവിടെ ഇരുന്ന് പിച്ച എടുത്തോണ്ടിരിക്കുക. ഞാൻ പിച്ച എടുക്കാനല്ല യേശുവിനെ കാണുന്നത്. ഞാൻ ഇന്ന് പകൽക്കാല യേശുവിനെ കണ്ടത് പിച്ച എടുക്കാനല്ല, പിച്ചക്കാരനാകാനല്ല, വിടുതൽ പ്രാപിക്കാനാണ്. ഹല്ലേലൂയ. എനിക്ക് നീ പിച്ച വേണ്ട, എനിക്ക് പിച്ചക്കാരനാകണ്ട, എനിക്ക് നീ ഫിഷക്കാരനായി ജീവിക്കണ്ട. ഞാൻ മനുഷ്യന്റെ വാക്ക് കേൾക്കത്തില്ല, മനുഷ്യന്റെ ശബ്ദം ഞാൻ കേൾക്കത്തില്ല. എന്റെ ആരാധനയും എന്റെ പ്രാർത്ഥനകളും എന്റെ യേശുവിനെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മനുഷ്യനെ കാണാനല്ല ഞാൻ വന്നിരിക്കുന്നത്, മനുഷ്യന്റെ വാക്ക് കേൾക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് നീ ഭിക്ഷക്കാരനാകേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലെ ചില ശീലങ്ങളാണ്. അടൂര് വെച്ച് ഒരു ദൈവദാസന് ഒരു പിച്ചക്കാരനെ കണ്ടപ്പോൾ പറഞ്ഞു, വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, മോനെ നല്ല ആരോഗ്യമുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, നല്ല ആയുസ്സും, നീ യൗവനക്കാരനാണല്ലോ, മോൻ വണ്ടിയിലോട്ട് കയറ്, ചർച്ചിൽ പോവാം, ഒരു ദിവസം 1000 രൂപ വെച്ച് ഞാൻ നിനക്ക് തരാം, നിനക്ക് യേശുവിനെയും കിട്ടും, നിന്റെ പിച്ച എടുപ്പ് നിൽക്കാം. അന്തസ്സായിട്ട് എൻ്റെ കൂടെ നടക്കുന്ന പയ്യന്മാരെ കണ്ട്
നല്ല സൂപ്പറായിട്ട് നടക്കുന്ന ഗുണ്ടകളും റൗഡികളും ഫ്രോഡുകളായിട്ടൊക്കെ നടന്നവരാ ആ പാസ്റ്ററിൻ്റെ കൂടെയുള്ള. അപ്പോൾ രക്ഷിക്കപ്പെട്ട വിഷയം പ്രവചിച്ച് നല്ല വിശുദ്ധരായി നല്ല ആത്മനിറവുള്ളവരെ പേര് വിളിക്കുന്ന ശുശ്രൂഷകരായി മാറി. ഇതാ ഇവരെ കണ്ടോ, ഇവരൊക്കെ ഫ്രോഡുകളാണ്. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ പണ്ടത്തെ കൈവെട്ട് കേസിൽ ഒരു പ്രതി ഞങ്ങൾ നെടുമങ്ങാട് ചർച്ചിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരാളിനെ കണ്ടു. അപ്പോൾ ഞാനൊരു സെക്യൂരിറ്റിക്കാരനോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ചർച്ചിൽ, ഞങ്ങളുടെ ഫ്ലാറ്റിലെ ഒരു നായരാ. അതേപോലെ എടാ, നായന്മാരായ നിങ്ങളെങ്ങനെയാണ് യേശുവിനെ അറിഞ്ഞത്? അങ്ങേർക്ക് അങ്ങ് അത്ഭുതം, ഒരു ആശ്ചര്യമാണ്. അദ്ദേഹം ചോദിക്കാൻ, നിങ്ങളെങ്ങനെ യേശുവിനെ അറിഞ്ഞത്? നിങ്ങൾ പിന്നെ പേര് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന ശ്രീജു ആർ എസ് നായർ എന്നാണല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ പാസ്റ്റർ എന്നാണ് നിങ്ങൾ എന്തോ പറയുന്നത്? പ്രൈസ്. ഞാൻ പറഞ്ഞു, ഈ യേശുവിനെ കാണാൻ നമുക്കൊരു ഭാഗ്യം കിട്ടി. പ്രൈസലോ. ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ഒരു ഭാഗ്യം ദൈവം തന്നു. അതൊരു ഭാഗ്യമാണോ എന്ന് അങ്ങേര് ചോദിക്കുക. ഇതൊരു ഭാഗ്യമാണോ? ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന ഒരു ഭാഗ്യമോ? പുള്ളി എന്നോട് ചോദിക്കും, ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് ഭാഗ്യം? പുള്ളിയോട്, ഞങ്ങൾക്ക് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലേ പരമ പുച്ഛമാ, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഈ ഭാഗ്യം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. വെളിപ്പാടില്ല. ഫോഷ തന്നെ വചനം എന്തല്ലോ, നശിച്ചു പോകുന്നവർക്ക് സുവിശേഷം എന്താണ്? വെറും ഫോഷത്വമാണ്. പ്രസംഗം, ശുശ്രൂഷ, പാഷന്മാര് ശുശ്രൂഷ, ഇവനെ ഭ്രാന്തന്മാർ, ഇവനെയൊക്കെ പോകാൻ പറയും. ഇതൊക്കെ ഈ നശിച്ച് മരിച്ചു പോകാനുള്ളവനൊക്കെ ഇത് ഫോഷത്വമാണ്. അതുകൊണ്ട് സെക്യൂരിറ്റി പാവം, അയാൾക്ക് അറിയത്തില്ല. അങ്ങനെ എൻ്റെ കൂടെ പറയാ, സാർ എന്തായി പറയുന്നത്? ക്രിസ്ത്യാനി ആയത് ഭാഗ്യമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ദൈവദാസൻ ബ്രദറെ, ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞാൻ അരമണിക്കൂർ, ഒരു 10-15 മിനിറ്റ് കൊണ്ട് എൻ്റെയും ഇവളുടെയും അമല് വണ്ടി കൊണ്ടുവന്നപ്പോൾ അവൻ്റെയൊക്കെ സാക്ഷ്യം ഞങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഈ കൈവെട്ട് കേസിലെ പ്രതി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ നെടുമങ്ങാട് ചർച്ചിലെ പണ്ടത്തെ ലീഡറായിരുന്നു പ്രൈസനോ, അദ്ദേഹം വന്ന് നിന്നപ്പോൾ പറഞ്ഞു, ഇതാ കണ്ടോ, ഒരാളുടെ കൈ വെട്ടിയവനാ ഇന്ന് യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ടു. അയാൾ എഴുന്നേറ്റ് ഒരു ചെന്നായെ പോലെ നിൽക്കുന്നവൻ ചിരിച്ചുകൊണ്ട് വളരെ ഭവ്യതയോടെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഇതാണ് പണ്ട് ഇതുപോലെയല്ല ആൾക്കാരുടെ മുമ്പിൽ നിന്നത്, ആയുധം കൊണ്ട് നടന്നവനാ, ഇന്ന് യേശുവിനെ അറിഞ്ഞപ്പോൾ മാനസാന്തരപ്പെട്ടു. ദൈവമക്കളെ, നമ്മൾ വിളിക്കുന്ന ഈ യേശു ഉണ്ടല്ലോ, നിന്റെ വിളി നിർത്തരുത്. നീ ഭാഗ്യം ചെയ്തവനാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് യേശുവിനെ അറിയുന്നവന് ലഭിച്ചിരിക്കുന്നത്. ഈ സുവിശേഷം നശിച്ചു പോകുന്നവന് ഭോഷത്വമാണ്. അവൻ നാശയോഗ്യന്മാർക്ക് ഇതൊരു ഭോഷത്വമാണ്. എന്നാൽ രക്ഷിക്കപ്പെടാനിരിക്കുന്നവർക്ക് ഹല്ലേലൂയ, ഇതൊരു നിത്യജീവനാണത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ പിച്ചക്കാരനായ പയ്യനോട് ആ ദൈവദാസൻ പറഞ്ഞു, എൻ്റെ കൂടെയുള്ള നല്ല ചെറുപ്പക്കാർ, ഇടിവെട്ട് പോലെയുള്ള വെടിയുണ്ട പോലെയുള്ള പയ്യന്മാരെ നോക്ക്, നീ പിച്ച എടുക്കുന്ന നിർത്ത് മോനെ, നീ എൻ്റെ കൂടെ കയറിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷേ ഒരു ദിവസം 1000 രൂപയിൽ 5000 രൂപ പിച്ച എടുത്ത് എനിക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. അവന് 5000 10,000 രൂപ പിച്ച എടുത്താൽ മാന്യമായി പിച്ച എടുത്ത് കിട്ടുമ്പോഴാണ് പാസ്റ്റർ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ബലാത്കാരമായി പിടിച്ചു കയറ്റി രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് അവൻ ഓടിക്കളഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നശിക്കാൻ അശീലമായി പോയാൽ നമ്മുടെ ജീവിതത്തിൽ ചില ശീലങ്ങൾ പിച്ചയെടുത്ത് ജീവിക്കണം. അവരോട് നമ്മൾ എത്ര സുവിശേഷം പറഞ്ഞ് രക്ഷപ്പെടുത്താൻ പറഞ്ഞാൽ അവൻ പറയും, എത്രയോ സൗഭാഗ്യമാണ് ഈ പിച്ചയെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യന്റെ വാക്ക് കേൾക്കുന്നത് ശീലമായാൽ, നിനക്ക് കേട്ട കണ്ടവനാണ് അവരൊക്കെയാണ് ഈ നാട്ടിൽ കിടക്കുന്നവർ, നിന്റെ രക്ഷകനായാൽ നിന്നെ രക്ഷപ്പെടുത്താൻ ആർക്കും പറ്റൂല. പ്രൈസ് ദി ലോർഡ്. രക്ഷകൻ നമ്മുടെ മുമ്പിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവായ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്മാർ നിന്നോട് പറയും, നിർത്തടാ നിന്റെ വിളി, നിർത്തടാ നിന്റെ ആരാധന, പ്രാർത്ഥന നിർത്ത. പക്ഷേ നീ ആ രക്ഷകനെ വിളിച്ചുകൊണ്ടിരുന്നാൽ പ്രൈസ്, അവൻ തിരിഞ്ഞു നിൽക്കും. നിന്റെ വിശ്വാസം നീ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആ കർത്താവായ യേശുക്രിസ്തു നിന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ തിരിഞ്ഞു നിൽക്കും. നീയാണത് കാണിക്കണം. നീയാണ് ആവശ്യക്കാരൻ. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിഷയം ദൈവസന്നിധിയിൽ കൊണ്ടുവയ്ക്കേണ്ടത് നീയാണ്. അത് മറ്റുള്ളവരല്ല കൊണ്ടുവയ്ക്കേണ്ടത്. നിനക്ക് വിടുതൽ വേണമെന്നുള്ളത് നിന്റെ ആവശ്യമാണ്.
അതിന് ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വരത്തില്ല. നീ ദൈവത്തെ വിളിച്ചു നിർത്തേണ്ടത് ആവശ്യമാണ്. നീ വായി തുറന്ന് വിളിക്കണം. നീ ആവശ്യക്കാരനാണെങ്കിൽ നീ വായി തുറക്കണം, നീ പ്രാർത്ഥിക്കണം, നീ ആരാധിക്കണം, നീ അവനെ വിളിക്കണം. നിന്റെ ശീലങ്ങൾ മാറണം. നീ മനുഷ്യന്റെ വാക്ക് കേട്ട് നുറങ്ങി പോകരുത്. നീ അടിമത്ത മുഖത്തിൽ നിന്ന് പുറത്തു വരണം. നിന്റെ ശീലങ്ങൾ മാറണം. അപ്പൊ വർഷങ്ങളായിട്ടിരിക്കുന്ന നിന്റെ പുതപ്പങ്ങ് മാറ്റാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ പിശാചും പാരമ്പര്യവും നീ തന്നെ എടുത്ത് സ്വന്തമായിട്ടിരിക്കുന്ന ഒരു പുതപ്പുണ്ട് കേട്ടോ. പ്രൈസലോ, നീ തന്നെ എടുത്തിട്ടിരിക്കുന്ന പുതപ്പുണ്ട്. അത് വർഷങ്ങൾ പാരമ്പര്യമുള്ള പുതപ്പാ. അത് നാറ്റം പിടിച്ചതാ, ശാപം പിടിച്ചതാ, കീറിയതാ, നാറിയതാ. അതിനൊരു സ്മെല്ലുണ്ട്. നിന്റെ അടുക്കൽ പോലും ആരും വരത്തില്ല. നാറ്റം പിടിച്ചിരിക്കുന്ന നിന്റെ ജീവിതം, തകർന്ന ജീവിതം, കീറിയ ജീവിതം. പിശാച് നിന്റെ മേലിട്ടിരിക്കുന്ന ചില പുതപ്പുകൾ ഇന്ന് പകൽക്കാലം വലിച്ചു കീറി ദൂരെ കളഞ്ഞിട്ട് എഴുന്നേറ്റ് ആത്മനിറവിൽ ആരാധിച്ച്, യേശുവേ ഈ പുതപ്പ് എനിക്ക് വേണ്ട. ഈ പഴകിയ പുതപ്പ്, ഈ പാരമ്പര്യം, കുരുട്ടുകണ്ണനെന്നും പൊട്ടക്കണ്ണനെന്നുള്ള വിളി, പാരമ്പര്യ ശാപം എനിക്ക് വേണ്ട. ഇന്ന് പകൽ ഞാൻ ദാവീദ് പുത്ര എന്നെ സൗഖ്യമാക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് അവിടെ എന്തൊക്കെ ചെയ്തെന്ന് അറിയാമോ നിങ്ങൾക്ക്? പ്രൈസ് ദി ലോർഡ്. ആ വിളിക്കകത്ത് കർത്താവ് തിരിഞ്ഞു നിന്നത് മാത്രമല്ല, എൻ്റെ കണ്ണ് സൗഖ്യമാക്കിയത് മാത്രമല്ല, അവൻ്റെ പഴയ വർഷങ്ങളോളം അവൻ കൊണ്ടുനടന്ന പുതപ്പും കൂടെ എടുത്ത് കളഞ്ഞു. ദൈവം നിന്നെ തൊടുമ്പോൾ അടിമുടി ചേഞ്ച് ആവും.